9 മണി വാർത്ത ആരംഭിക്കുകയാണ്. നമുക്ക് ആദ്യം വളരെ വേഗത്തിൽ തലക്കെട്ടുകൾ നോക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SITയുടെ അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക്. PS പ്രശാന്തിനെ വീണ്ടും വിളിക്കാൻ അന്വേഷണ സംഘം. അടൂർ പ്രകാശിന്റെ മൊഴിയും ഉടൻ രേഖപ്പെടുത്തിയേക്കും. ഇടക്കാല റിപ്പോർട്ട് അടുത്തയാഴ്ച ഹൈക്കോടതിയിൽ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിന്റെ അന്വേഷണം CBIയെ ഏൽപ്പിക്കണമെന്ന് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ. കേസിന് അന്തർ സംസ്ഥാനവും അന്തർദേശീയവുമായ ബന്ധങ്ങളുള്ളതിനാൽ യഥാർത്ഥ വസ്തുത പുറത്തുവരണമെങ്കിൽ CBI അന്വേഷണം വേണമെന്ന് ശുപാർശ. സംസ്ഥാനത്ത് നിന്നുള്ള റിപ്പോർട്ട് ഡയറക്ടർ ജനറൽ ഓഫ് ഇന്റലിജൻസിനാണ് നൽകിയത്. ശബരിമല സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണ വിധേയം. ഇന്നലെ 87,774 തീർത്ഥാടകർ ദർശനം നടത്തി. മണിക്കൂറിൽ 4000 തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്തുന്നുവെന്നാണ് പോലീസ് കണക്ക്. സന്നിധാനത്ത് മൂടിക്കെട്ടിയ അന്തരീക്ഷവും ഇടയ്ക്കിടെ ചാറ്റൽ മഴയും. സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പിൽ ED വീണ്ടും ചോദ്യം ചെയ്യുമെന്നത് നുണപ്രചരണം എന്ന് നടൻ ജയസൂര്യ. 3ാം തവണ ചോദ്യം ചെയ്യാനായി സമൻസ് അയച്ചിട്ടില്ല. പരസ്യവുമായി സമീപിക്കുന്നവർ തട്ടിപ്പുകാരാണെന്ന് ഊഹിക്കാൻ കഴിയില്ലെന്നും ജയസൂര്യ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് നടന്റെ പ്രതികരണം. വടക്കൻ പറവൂരിൽ പ്രസവത്തിന് പിന്നാലെ യുവതി മരിച്ചത് ചികിത്സാ പിഴവ് കാരണമെന്ന ആരോപണം. പറവൂർ പട്ടണം സ്വദേശി കാവ്യ മരിച്ചതിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ്. അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് കാവ്യ മരിച്ചത്. ഡിസംബർ 24 പറവൂരിലെ ഡോൺ ബോസ്കോ ആശുപത്രിയിൽ കാവ്യയെ 2ാമത്തെ പ്രസവത്തിനായി പ്രവേശിപ്പിച്ചത്. യുവതിക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് ബന്ധുക്കൾ. റിമാൻഡിൽ കഴിയവേ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് രക്ഷപ്പെട്ട പെരിന്തൽമണ്ണ ദൃശ്യാക്കൊലക്കേസ് പ്രതി വിനീഷിനായി തെരച്ചിൽ. 4 ദിവസം മുൻപാണ് ഇയാൾ രക്ഷപ്പെട്ടത്. വിനീഷ് കേരളം വിട്ടില്ലെന്നാണ് പോലീസ് കരുതുന്നത്. ഇയാൾക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും ഊർജിതമായ പരിശോധന. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ശുചിമുറിയുടെ ചുമർ തുറന്നാണ് പ്രതി രക്ഷപ്പെട്ടത്. ഇറാനിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം ശക്തം. വെടിവെപ്പിൽ 7 പേർ കൊല്ലപ്പെട്ടു. സുരക്ഷാ സേനയും പ്രക്ഷോഭകാരികളും തമ്മിൽ പലയിടത്തും ഏറ്റുമുട്ടൽ. സംയമനം പാലിക്കണമെന്ന് ഇറാൻ പ്രസിഡന്റ്. സ്വിറ്റ്സർലൻഡിലെ പുതുവത്സരാഘോഷത്തിലെ തീപിടുത്തത്തിൽ മരണം 40ആയി. പരിക്കേറ്റത് 100-ലധികം പേർക്ക്. അപകടം മൊണ്ടാനയിലെ സ്വകാര്യ റിസോർട്ടിൽ. ഉത്തരേന്ത്യയിൽ ശൈത്യതരംഗം അതിരൂക്ഷം. ഡൽഹിയിലെ കുറഞ്ഞ താപനില 4.5 ഡിഗ്രി സെൽഷ്യസ് ആകും. പഞ്ചാബിൽ സ്കൂളുകൾക്ക് അവധി. ഡൽഹിയിൽ വായു മലിനീകരണം രൂക്ഷമായി. ജനുവരി 5 വരെ ഡൽഹി, രാജസ്ഥാൻ, പഞ്ചാബ് എന്നിവിടങ്ങളിൽ ശൈത്യതരംഗം ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ന്യൂസിലൻഡിനെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ ഇന്ന് പ്രഖ്യാപിക്കും. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ തിരിച്ചെത്തും. മുഹമ്മദ് ഷമിയും ഇഷാൻ കിഷനും പരിഗണനയിൽ. ആദ്യ മത്സരം ജനുവരി 11 വഡോദരയിൽ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SITയുടെ അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഉടൻ നോട്ടീസ് നൽകിയേക്കും. UDF കൺവീനർ അടൂർ പ്രകാശിന്റെ മൊഴിയും വൈകാതെ രേഖപ്പെടുത്തുമെന്നാണ് സൂചന. ഇതിനിടയിൽ ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണം CBIയെ ഏൽപ്പിക്കണമെന്ന് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ ശുപാർശ ചെയ്തു. കേസിന് അന്തർസംസ്ഥാനവും അന്തർദേശീയവുമായ ബന്ധങ്ങളുള്ളതിനാൽ യഥാർത്ഥ വസ്തുത പുറത്തു വരണമെങ്കിൽ CBI അന്വേഷിക്കണമെന്നാണ് ശുപാർശ. ഡാൻ കുര്യൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഡാൻ, ഈ രമേശ് ചെന്നിത്തല നേരത്തെ പറഞ്ഞ വ്യവസായി അയാളുമായി ബന്ധപ്പെട്ട മൊഴി രേഖപ്പെടുത്തിയിരുന്നു. രമേശ് ചെന്നിത്തലയും മൊഴി നൽകി. ഇതിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ SIT കിട്ടിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വലിയ ബന്ധങ്ങൾ, വലിയ മാനങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്, അല്ലേ? ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SITയുടെ അന്വേഷണം അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുന്നതിനിടയിലാണ് നിർണായകമായ നീക്കങ്ങളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നത്. അതിന്റെ ഭാഗമായാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തിയേക്കും എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. അതോടൊപ്പം
UDF കൺവീനർ അടൂർ പ്രകാശിന്റെ മൊഴിയും വൈകാതെ തന്നെ അന്വേഷണ സംഘം രേഖപ്പെടുത്തിയേക്കും. സോണിയാഗാന്ധിയുടെ അടുക്കൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്താനിടയായ സാഹചര്യം സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടിയാണ് UDF കൺവീനറുടെ മൊഴിയെടുക്കാനുള്ള ഒരു നീക്കം അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങൾ പലതവണ ചോദിച്ചിരുന്നു, ഈ കേസിൽ ഇതിൻ്റെ ഒരു രാജ്യാന്തര മാനമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് മറ്റ് തരത്തിലുള്ള ഒരു അന്വേഷണം കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കേണ്ട ആവശ്യമുണ്ട് എന്ന നിലപാടിൽ BJP ഉൾപ്പെടെയുള്ള കക്ഷികൾ ഉറച്ചു നിൽക്കുകയാണ്. അതിന് മുഖ്യമന്ത്രി നൽകിയ മറുപടിയും ഹൈക്കോടതി തന്നെ ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവർക്ക് ഏതെങ്കിലും വീഴ്ച സംഭവിച്ചതായുള്ള പരാമർശങ്ങളൊന്നുമില്ല, പിന്നെ എന്തിനാണ് മറ്റൊരു ഏജൻസിയുടെ അന്വേഷണം എന്നായിരുന്നു. അതിനിടയിലാണ് കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗം കേസിൻ്റെ അന്വേഷണം ഇതിൻ്റെ അന്തർദേശീയ മാനങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് അന്വേഷണം CBIക്ക് വിടണമെന്നൊരു ശുപാർശ മുമ്പോട്ട് വെച്ചതായുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. എന്തായാലും തിരക്കിട്ട ചർച്ചകൾ ആഭ്യന്തര വകുപ്പിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ നടക്കുന്നുണ്ട്. തുടർ നീക്കങ്ങളുടെ ഭാഗമായി SIT കൂടുതൽ രാഷ്ട്രീയ ഉന്നതരിലേക്ക് എത്തുമോ എന്നതാണ് രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. എന്തായാലും PS പ്രശാന്തിനെ വൈകാതെ തന്നെ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചനകൾ. ഒപ്പം ഈ പ്രശാന്തുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമ്മൾ നേരത്തെ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തെന്ന് അറിഞ്ഞിരുന്നു. വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നുള്ള വിവരമുണ്ട്. ഒപ്പം ഈ അടൂർ പ്രകാശ് ഇന്നലെ പറഞ്ഞത് തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്, അങ്ങനെ നോട്ടീസ് പോലും തന്നെ കിട്ടിയിട്ടില്ല, മാധ്യമങ്ങളിലാണ് വിവരം അറിഞ്ഞത് എന്നുള്ളതാണ്. ഇപ്പോൾ സോണിയാഗാന്ധിയുടെ അടുത്ത് എങ്ങനെ പോറ്റിയെ എത്തിച്ചു എന്നുള്ളതൊക്കെയാണല്ലോ ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. എന്തെങ്കിലും വ്യക്തതയുണ്ടോ അത്തരം കാര്യങ്ങളിൽ? അടൂർ പ്രകാശുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അന്വേഷണത്തിനോ ചോദ്യം ചെയ്യലിനോ സാധ്യതയുണ്ടോ SITയുടെ ഭാഗത്തു നിന്ന്? അടൂർ പ്രകാശുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന വിമർശനം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സോണിയാഗാന്ധിയുടെ അടുക്കൽ എത്തിച്ചത്, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നോടൊപ്പം വരണമെന്ന് അടൂർ പ്രകാശ് MPയോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം അടൂർ പ്രകാശും സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് എത്തി അവരെ കാണാൻ. അത്തരത്തിലുള്ളൊരു ചിത്രമാണ് പുറത്തു വന്നത്. അതിനപ്പുറത്തേക്ക് അടൂർ പ്രകാശിനെ കേസുമായി ബന്ധിപ്പിക്കുന്നതോ അല്ലെങ്കിൽ പ്രത്യക്ഷത്തിലോ പരോക്ഷത്തിലോ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായം പുറത്ത് ഈ തട്ടിപ്പിന് ചെയ്തു നൽകിയതായിട്ടുള്ള അങ്ങനത്തെ ഒരു വിവരങ്ങളിലേക്കും അന്വേഷണത്തിൽ കടന്നിട്ടില്ല. അത്തരം ഒരു സൂചനകളുമില്ല. ഇതൊരു വിവാദമായ പശ്ചാത്തലത്തിൽ ഈ പല ഉന്നതരുമായും, അതായത് പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും ഒക്കെ പല ഉന്നതരുമായും വ്യക്തിബന്ധം കാത്തു സൂക്ഷിച്ചിരുന്നയാളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ആ ബന്ധങ്ങൾ ഈ തട്ടിപ്പിനെ മറയാക്കി ഉപയോഗിച്ചിരുന്നു എന്നാണ് SITയുടെ കണ്ടെത്തൽ. അതിൻ്റെ ഭാഗമായാണ് സോണിയാഗാന്ധിയുടെ അടുക്കൽ എത്താനിടയായ സാഹചര്യം. അതായത് കോൺഗ്രസിൻ്റെ രാജ്യത്തെ ഏറ്റവും പ്രമുഖയായ നേതാവാണ് സോണിയാഗാന്ധി. അങ്ങനെ ഒരാളുടെ വസതിയിലേക്ക് ഇങ്ങനെയൊരു തട്ടിപ്പ് കേസിലെ പ്രതിക്ക് നേരത്തെ എങ്ങനെ അനായാസേന എത്താൻ കഴിഞ്ഞു? അതിനെങ്ങനെയാണ് സാഹചര്യം ഒരുങ്ങിയത്? അതിൻ്റെ എത്താനിടയ പശ്ചാത്തലം എന്താണ്? ഇതടക്കമുള്ള കാര്യങ്ങളിലാണ് ഒരു മൊഴി രേഖപ്പെടുത്തുക. അതായത് അന്വേഷണം നടക്കുമ്പോൾ അതിൻ്റെ പല ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പല ആംഗിളുകളിലേക്ക് അന്വേഷണ സംഘത്തിന് കടക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള മൊഴിയെടുക്കാനാണ് അടൂർ പ്രകാശിനെ മൊഴിയെടുക്കാനുള്ള നീക്കമാണ് SIT നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നോട്ടീസ് നൽകിയതിനു ശേഷം മാത്രമേ അദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തുകയുള്ളൂ. അദ്ദേഹത്തിനോട് സാവകാശം തേടിയതിനു ശേഷം അത്തരം നീക്കങ്ങളൊക്കെ ഉണ്ടാകുകയുള്ളൂ. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ വിവാദങ്ങൾ മറുവശത്തേക്ക് കൊഴുക്കുന്നു എന്നതാണ് നിലവിലെ സാഹചര്യം. അതാണ്. ഏതായാലും രാഷ്ട്രീയ വിവാദങ്ങളുണ്ട്. ഡാൻ പറഞ്ഞതുപോലെ SITക്ക് വിവിധ തലങ്ങളിലുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട്. മറ്റൊന്നാണ് ഇപ്പോൾ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയുടെ ശുപാർശ. ഈ കേസിന് കേന്ദ്ര അന്തർസംസ്ഥാന അന്തർദേശീയ ബന്ധങ്ങളുള്ളത് കാരണം CBI അന്വേഷിക്കണം എന്നാവശ്യമുണ്ട്. CBIയുടെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കോടതി തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണം. കൂടുതൽ ഘട്ടങ്ങളിലേക്ക് ഈ അന്വേഷണം കടക്കുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നടൻ ജയസൂര്യയുമായി ബന്ധപ്പെട്ടാണ്. ജയസൂര്യ കഴിഞ്ഞ ദിവസമൊക്കെ ഈ സേവ് ബോക്സ് ആപ്പ് അതുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ ജയസൂര്യയും കുറ്റപ്പെടുത്തലിലെത്തിയിരുന്നു. ജയസൂര്യ ഈ തട്ടിപ്പിൻ്റെ ഭാഗമായി ചോദ്യം ചെയ്തു 2 വട്ടം എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ജയസൂര്യയുടെ വിശദീകരണം താൻ ഇതിൻ്റെ ഭാഗമായുള്ള പരസ്യത്തിൽ അഭിനയിച്ചു, ഒരു പരസ്യത്തിൽ അഭിനയിച്ചതുകൊണ്ട് മാത്രം എങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുമെന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്. നുണപ്രചാരണമാണ് ഇപ്പോൾ തനിക്ക് നടക്കുന്നതെന്ന് ജയസൂര്യ പറയുന്നു. 3ാം തവണ ചോദ്യം ചെയ്യാനായി സമൻസ് അയച്ചിട്ടില്ല. പരസ്യവുമായി സമീപിക്കുന്നവർ തട്ടിപ്പുകാരാണ് എന്ന് ഊഹിക്കാൻ കഴിയില്ല എന്നും ജയസൂര്യ ഇൻസ്റ്റഗ്രാമിലൂടെ പറയുന്നത് പ്രധാനമാണ്. നവമി ദിനേശ് ിലേക്ക് വരാം അല്പസമയത്തിനകം. കഴിഞ്ഞ ദിവസം 2 തവണയായി കഴിഞ്ഞ ദിവസങ്ങളിൽ ജയസൂര്യയെ ഈ വിഷയത്തിൽ ചോദ്യം ചെയ്തിരുന്നു. ഏതാണ്ട് 1 കോടിയോളം രൂപ ജയസൂര്യയുടെ അക്കൗണ്ടിലേക്ക്, ജയസൂര്യയുടെയും ഭാര്യയുടെയും അക്കൗണ്ടിലേക്ക്
ഈ ആപ്പിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ വഴി എത്തി എന്നുള്ള സൂചനകൾ വന്നിരുന്നു. പക്ഷേ അതൊക്കെ തനിക്ക് പരസ്യ ചിത്രത്തിൽ അഭിനയിച്ചതിന് പ്രതിഫലമായി ലഭിച്ചതാണ് എന്ന് ജയസൂര്യ പറയുന്ന ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഇപ്പോൾ പറയുന്നത് മൂന്നാമതും തന്നെ വിളിച്ചു എന്നുള്ള കാര്യത്തിൽ അത് ദുണപ്രചരണമാണ് എന്നാണ് ജയസൂര്യയുടെ വിശദീകരണം. സോഷ്യൽ മീഡിയയിലൂടെയാണ് ജയസൂര്യ ഇക്കാര്യം പറയുന്നത്. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരുന്നു. നവമി, ജയസൂര്യ ആരോപണ നിഴലിലാണ്, ചോദ്യം ചെയ്യലിലൊക്കെ വിധേയനായിരിക്കുന്നു. പക്ഷേ ഒരു കേവലം പരസ്യത്തിൽ അഭിനയിച്ചു എന്നതിനപ്പുറം എങ്ങനെ തന്നെ ഈ വിഷയത്തിൽ കണക്ട് ചെയ്യുമെന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ജയസൂര്യ ഉന്നയിക്കുന്നത്. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ഈ സേവ് ബോക്സ് ആപ്പുമായി ബന്ധപ്പെട്ട വലിയ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഇതിന്റെ ഉടമയായിട്ടുള്ള സാദിഖിനെ അടക്കം അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിരുന്നത് ജയസൂര്യയാണ്. ജയസൂര്യയ്ക്കും ഈ തട്ടിപ്പിലൂടെ ലഭിച്ച പണം അത് ജയസൂര്യയുടെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന സംശയമാണ് EDക്കുള്ളത്. ഇതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ 2 തവണ 24-ാം തീയതി 27-ാം തീയതിയും ജയസൂര്യയെയും ഭാര്യ സരിതയും ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം 7-ാം തീയതി വീണ്ടും വിളിപ്പിക്കാൻ നോട്ടീസ് അയച്ചിട്ടുണ്ടെന്ന ED വൃത്തങ്ങളിൽ നിന്ന് തന്നെയാണ് മാധ്യമങ്ങൾക്ക് ലഭിച്ചത്. ED വൃത്തങ്ങൾ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അത് തെറ്റാണെന്ന വാദവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നടൻ ജയസൂര്യ. തൻ്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയാണ് ജയസൂര്യ ഇക്കാര്യം വ്യക്തമാക്കുന്നത്. അതായത് മാധ്യമങ്ങൾ നുണപ്രചാരണം നടത്തുന്നു എന്നാണ് ജയസൂര്യ വിശദീകരിക്കുന്നത്. ഇത്തരത്തിൽ 7-ാം തീയതി ED നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്നത് തനിക്ക് അങ്ങനെ ഒരു നോട്ടീസ് ലഭിച്ചിട്ടില്ല. തനിക്കും തൻ്റെ ഭാര്യയ്ക്കും അത്തരത്തിലൊരു നോട്ടീസ് ലഭിച്ചിട്ടില്ല. മാധ്യമങ്ങളിലൂടെ കേട്ട നോട്ടീസ് മാത്രമേ തനിക്കറിയൂ. അല്ലാതെ തന്നെ അങ്ങനെ ഒരു നോട്ടീസ് ലഭിക്കുകയോ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് നടൻ ജയസൂര്യ ഇൻസ്റ്റഗ്രാമിലൂടെ പറയുന്നത്. അത്തരത്തിൽ മാധ്യമങ്ങളെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് കൂടിയാണ് സോഷ്യൽ മീഡിയയിലൂടെ താരം പങ്കുവച്ചിരിക്കുന്നത്. പക്ഷേ ED വൃത്തങ്ങളിൽ നിന്ന് തന്നെയാണ് മാധ്യമങ്ങൾക്ക് ഈ വിവരം ലഭിച്ചത്. ഈ 7-ാം തീയതി വീണ്ടും ജയസൂര്യയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 ചോദ്യം ചെയ്യലുകൾക്ക് ശേഷവും കൃത്യമായിട്ടുള്ള രേഖകൾ ഹാജരാക്കുവാൻ കൂടി ജയസൂര്യയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ED വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭിച്ച വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മാധ്യമങ്ങൾ 7-ാം തീയതി ജയസൂര്യയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന് പറയുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിനെ പൂർണ്ണമായും നിഷേധിക്കുകയാണ് ജയസൂര്യ. നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്. റിമാൻഡിൽ കഴിയവേ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് രക്ഷപ്പെട്ട പെരിന്തൽമണ്ണ ദൃശ്യ കൊലക്കേസ് പ്രതി വിനീഷിനായി തെരച്ചിൽ തുടരുകയാണ്. 4 ദിവസം മുൻപാണ് ഇയാൾ രക്ഷപ്പെട്ടത്. വിനീഷ് കേരളം വിട്ടിട്ടില്ല എന്നാണ് പോലീസ് കരുതുന്നത്. ലുക്കൌട്ട് നോട്ടീസ് ഇയാൾക്കായി പുറത്തിറക്കിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും ഊർജിതമായ പരിശോധന നടത്തുകയാണ്. കുതിരവട്ടം മാനസിക ആരോഗ്യ കേന്ദ്രത്തിലെ ശുചിമുറിയുടെ ചുമർ തുറന്നാണ് ഇയാൾ രക്ഷപ്പെട്ടത്. വടക്കൻ പറവൂരിൽ പ്രസവത്തിന് പിന്നാലെ യുവതി മരിച്ചത് ചികിത്സാ പിഴവ് കാരണമെന്ന ആരോപണം. പറവൂർ പട്ടണം സ്വദേശി കാവ്യ മരിച്ചതിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് കാവ്യ മരിച്ചത്. ഡിസംബർ 24-ാം തീയതിയാണ് പറവൂരിലെ ഡോൺ ബോസ്കോ ആശുപത്രിയിൽ കാവ്യയെ 2ാമത്തെ പ്രസവത്തിനായി പ്രവേശിപ്പിച്ചത്. നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഈ കുട്ടിക്ക് ഈ സമയത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ കാര്യമായൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് ഈ മരണമുണ്ടായത്? രഞ്ജിത്തെ, ഏറെ വേദനിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ്. കാരണം 2 ആഴ്ച മാത്രം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയതിന് ശേഷമാണ് കാവ്യ മരിച്ചിരിക്കുന്നത്. കുടുംബം പറയുന്നത് ഡിസംബർ 24-ാം തീയതി ക്രിസ്മസിന്റെ തലേ ദിവസമാണ് പറവൂർ ഡോൺ ബോക്സോ ആശുപത്രിയിലേക്ക് ഈ കാവ്യയെ കൊണ്ട് പ്രസവത്തിനായി കുടുംബം എത്തിയത്. അതിനുശേഷം അമിതമായ രക്തസ്രാവം ഉണ്ടായി. പെൺകുഞ്ഞിന് ജന്മം നൽകി. അതിനുശേഷം അമിതമായ രക്തസ്രാവം ഉണ്ടാകുകയും വീണ്ടും ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ആ സമയത്ത് തന്നെ കുടുംബം ചോദിക്കുന്നുണ്ട്, മറ്റേതെങ്കിലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ടോ, ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ,
വിദഗ്ധ ചികിത്സ നൽകേണ്ടതുണ്ടോ എന്ന് ആവർത്തിച്ച് ചോദിക്കുന്നു. അപ്പോഴും ആശുപത്രിയിൽ നിന്ന് പറയുന്നത് ഇവിടെ ഡോക്ടർമാരുണ്ട്, ഇവിടെ തന്നെ മികച്ച ചികിത്സ നൽകാമെന്നാണ്. അത് വിശ്വസിച്ച് കുടുംബം കാത്തിരിക്കുന്നു. അതിനുശേഷം ഡോക്ടർമാർ പറയുന്നത് യൂട്രസ് റിമൂവ് ചെയ്യണമെന്നാണ്. രക്തസ്രാവം നിൽക്കാത്തത് കൊണ്ട് യൂട്രസ് റിമൂവ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും അതിന് കുടുംബം സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ യൂട്രസ് റിമൂവ് ചെയ്തതിന് ശേഷമാണ് പെട്ടെന്ന് തന്നെ കാവ്യയ്ക്ക് ഹൃദയാഘാതം വരികയും അബോധാവസ്ഥയിലാകുകയും ചെയ്തു. കുടുംബം ഇത് കണ്ട് ഭയപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ 6 മണിക്കൂറോളം ഈ ഹൃദയാഘാതം വന്നതിന് ശേഷവും 6 മണിക്കൂറോളം ആശുപത്രിയിൽ തന്നെ തുടരുന്നുണ്ട്. അപ്പോൾ ആശുപത്രി ഡോക്ടർമാർ പറയുന്നത് ആസ്റ്റർ മെഡിസിറ്റിയിൽ നിന്നുള്ള ആംബുലൻസും വിദഗ്ധ ഡോക്ടർമാരും എത്തുന്നുണ്ട്. അവരുടെ നേതൃത്വത്തിൽ നേരെ ആസ്റ്റർ ആശുപത്രിയിലേക്ക് മാറ്റിക്കോളൂ എന്ന് ഏറെ വൈകിയ ശേഷമാണ് ഈ ഡോൺ ബോസ്കോ ആശുപത്രിയിൽ നിന്നും പറഞ്ഞത് എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. അങ്ങനെ കൃത്യമായിട്ടുള്ള ചികിത്സ ലഭിക്കാത്തത് കൊണ്ടാണ് തങ്ങളുടെ മകളുടെ ജീവൻ നഷ്ടപ്പെട്ടതെന്ന് കൂടി പിതാവ് പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് കൊണ്ടുപോവുകയും പക്ഷേ ചികിത്സ ഫലവത്തായില്ല. അപ്പോഴേക്കും കാവ്യ മരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഏറെ ദുഃഖിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് 2 ആഴ്ച മാത്രം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയ ശേഷമാണ് കാവ്യ മരിച്ചത് എന്നതാണ്. എന്തായാലും കുടുംബം മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. FIR പോലീസ് രജിസ്റ്റർ ചെയ്തുവെങ്കിൽ പോലും ആശുപത്രിയുടെ പേരില്ല എന്ന കാര്യം കൂടി കുടുംബം ആരോപിക്കുന്നുണ്ട്. പക്ഷേ ഈ പോലീസ് പറയുന്നത് ആശുപത്രിയിലെ ഒരു വിദഗ്ധമായിട്ടുള്ള പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും ആശുപത്രിക്കെതിരെ കേസെടുക്കുക എന്നാണ്. ആശുപത്രിയിൽ നിന്നും അറിയിക്കുന്നത് അത്തരത്തിലുള്ളൊരു പിഴവ് ഡോക്ടർമാർക്ക് സംഭവിച്ചിട്ടില്ല എന്നുകൂടിയാണ്. തീർച്ചയായും അതാണ് സാഹചര്യം. നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പറവൂരിലാണ് ഈ ദാരുണ സംഭവം ഉണ്ടായത്. കറൻസിയുടെ മൂല്യം കുത്തനെ ഇടിഞ്ഞതിനെ തുടർന്ന് ഇറാനിൽ ഒരാഴ്ചയായി തുടർന്ന ജനകീയ പ്രക്ഷോഭം കൂടുതൽ അക്രമാസക്തമായി. പ്രതിഷേധക്കാരുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു. ഇതോടെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 7 ആയെന്നാണ് വിവരം. സ്വേച്ഛാധിപതിയെ താഴെയിറക്കുക, ഖമേനിയെ താഴെയിറക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് ഈ പ്രക്ഷോഭകാരികൾ മുന്നോട്ട് വെക്കുന്നത്. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭമായി കൂടി ഇത് മാറുന്ന ഒരു പശ്ചാത്തലമുണ്ട്. MG മിഥുൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുന്, ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രക്ഷോഭങ്ങൾ പുതിയ കാര്യമല്ല എങ്കിൽ പോലും ഇപ്പോൾ ജനം വല്ലാതെ ദുരിതത്തിലാണ്. നമുക്കറിയാം, അവിടെ വലിയ പണപ്പെരുപ്പമുണ്ട്, സാധന സാമഗ്രികൾക്ക് ക്ഷാമമുണ്ട്, ജനത്തിൻ്റെ കയ്യിൽ പണമില്ലാത്ത അവസ്ഥയുണ്ട്, വിലക്കയറ്റം വല്ലാത്ത തോതിലാണ്. സ്വാഭാവികമാണ് ജനത്തിൻ്റെ റെസ്പോൺസ്. ഇപ്പോൾ എന്താണ് ഏറ്റവും പുതിയ സ്ഥിതി? നിയന്ത്രണ വിധേയമാക്കാൻ ഭരണകൂടത്തിന് സാധിക്കാത്ത അവസ്ഥയല്ലേ? രഞ്ജിത്ത്, ഇറാനിലെ സാഹചര്യം കൂടുതൽ സങ്കീർണമാകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇത്തരത്തിലുള്ള പ്രക്ഷോഭം തുടരുകയാണ്. ആ പ്രക്ഷോഭം ഓരോ ദിവസം കൂടുന്തോറും അതിൻ്റെ വ്യാപ്തി വളരെയധികം വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിലൊക്കെ വ്യാപാരികൾ മാത്രമായിരുന്നു ഇത്തരത്തിൽ പ്രതിഷേധം ഉണ്ടായിരുന്നുവെങ്കിൽ പിന്നാലെ അത് വിദ്യാർത്ഥികൾ കൂടി ഉൾപ്പെട്ട വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ വലിയ അക്രമ സംഭവങ്ങളും അരങ്ങേറുന്നുണ്ട്. പലയിടത്തും സേനാ വിഭാഗങ്ങളുമായും ഇത്തരത്തിൽ വിദ്യാർത്ഥി സംഘടനകളുമായും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരത്തിൽ ഇതിനെ അടിച്ചമർത്താനുള്ള ശ്രമം അത് വലിയ രീതിയിൽ അക്രമത്തിലേക്ക് വഴിവെക്കുകയും ചെയ്തു. ഇതുമൂലം 6 പേരോളം ഇത്തരത്തിൽ ഈ പ്രക്ഷോഭകാരികൾക്കിടയിൽ 6ഓളം പേർ കൊല്ലപ്പെട്ടു എന്നുള്ള ഒരു വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ദിവസം ഈ ആക്രമണകാരിയുടെ മായിട്ടുള്ള ഈ ഒരു സംഭവത്തിനിടയിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. അങ്ങനെ 7 പേർ ഈ ഒരു ഒരാഴ്ചക്കാലമായി തുടരുന്ന വലിയ ഈ അക്രമ സംഭവങ്ങൾക്കിടയിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരികയും ചെയ്യുന്നത്. എന്തായാലും ഇതിനെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഇത്തരത്തിൽ സേനാ വിഭാഗങ്ങളുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം സാധ്യമാകുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് സമീപകാലത്തെങ്ങും ഇറാൻ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ പണപ്പെരുപ്പവും വലിയ രീതിയിൽ അവിടുത്തെ കറൻസിക്ക് വലിയ ഇടിവ് സംഭവിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉള്ളത്. ഇപ്പോൾ വ്യാപാരം നടക്കുന്ന ഏകദേശം 13 ലക്ഷത്തിലധികം ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ 13,90,000 ഇറാനിയൻ കറൻസി എന്ന രീതിയിലാണ് വ്യാപാരം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭക്ഷ്യവസ്തുക്കൾക്കൊക്കെ നിലവിൽ നൽകുന്നതിനേക്കാൾ 70% തുക കൂടുതൽ നൽകേണ്ട ഒരു സ്ഥിതിവിശേഷം, മരുന്നുകൾക്കും 50% തുക വർദ്ധിപ്പിക്കുന്ന അടക്കമുള്ള സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യുന്നു. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുകയും ഒപ്പം തന്നെ ഖമേനി സർക്കാർ ഖമേനിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം താഴേക്ക് പോയിടണം എന്നുള്ള ചില മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് ഈ പ്രക്ഷോഭകാരികൾ രംഗത്ത് വരുന്ന ഒരു പശ്ചാത്തലം നമുക്കറിയാം. സമീപകാലത്ത് ബംഗ്ലാദേശിലും ഒപ്പം തന്നെ
നേപ്പാളിലുമൊക്കെ സമാനമായ രീതിയിലുള്ള ജൻസി പ്രക്ഷോഭങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇറാനിൽ നടക്കുന്നത് അവിടെ ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് അവിടുത്തെ ഈ ഒരു വിഷയം മാറുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് 2015 ഇതിനു മുമ്പ് ഏറ്റവും വലിയ രീതിയിൽ ഈ പണപ്പെരുപ്പവും ഒപ്പം തന്നെ ഇത്തരത്തിൽ അവിടുത്തെ കറൻസിയുടെ മൂല്യം ഇടിയുകയും ഒക്കെ ചെയ്തു. പക്ഷേ അന്ന് പോലും വ്യാപാരം നടത്തിയിരുന്ന ഏകദേശം 32,000 വരെ മറ്റേ ഈ പറയുന്ന ഇറാനിയൻ കറൻസി എന്ന രീതിയിലായിരുന്നു ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ അന്ന് വ്യാപാരം നടത്തിയിരുന്നത്. പക്ഷേ അതിലും എത്രയോ മടങ്ങ് ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. GDP ഒക്കെ ഏകദേശം 1.7 കൂപ്പിയുത്തിയിരിക്കുന്നു. അങ്ങനെ ആ രീതിയിലേക്ക് അത്രത്തോളം ആശങ്കാജനകമായ സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന്, പഹ്ലവി ഭരണകൂടം തിരിച്ചു വരണം. അതായത് രാജകുടുംബത്തിൻ്റെ ഇപ്പോഴുള്ള അനന്തരാവകാശി സിറ പഹ്ലവി അവിടെ നേതൃത്വത്തിൽ പുതിയൊരു സർക്കാർ വരണമെന്നുള്ള ആവശ്യമാണ് ഇവർ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇസ്രയേലും US-ഉം അമേരിക്കയും ഉൾപ്പെടെ ഇത്തരത്തിൽ ഈ പ്രക്ഷോഭകാരികൾക്ക്, ഈ പറയുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂലമായി അവരെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. അതായത് ഒരു തരത്തിലും ഇപ്പോഴത്തെ ഭരണകൂടവുമായി നിങ്ങൾ യോജിച്ചു പോയാൽ ഭാവിയിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന വലിയ രീതിയിലുള്ള ദുരിതമായിരിക്കും, അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ഇതെന്നായിരുന്നു US-ഉം ഒപ്പം തന്നെ ഇസ്രായേലും ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പ്രക്ഷോഭം തുടർന്നു കൊണ്ടുപോവുക എന്ന രീതിയിൽ അവർ ഇതിനൊരു മരുന്ന് നൽകുന്ന രീതിയിൽ, അതായത് ഒരു വളമിട്ട് നൽകുന്ന രീതിയിൽ കാര്യങ്ങൾ പോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഭരണകൂടം വലിയ ആശങ്കയിലാണ്. പ്രത്യേകിച്ച് ഒരു അട്ടിമറി ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി കണക്കിലെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആഭ്യന്തരമന്ത്രിയും വിദേശകാര്യ മന്ത്രിയും ഒക്കെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഈ പ്രക്ഷോഭകാരികളുമായി ഒരു ചർച്ച നടത്തി ഈ ഒരു സംഭവത്തിൽ ഒരു സമവായം കൊണ്ടുവരാനുള്ള നീക്കമാണ്. എന്തായാലും അതിനൊരു സ്കോപ്പ് നിലവിലില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്താനുള്ള ഒരു ശ്രമം ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊരു അനുകൂല സമീപം ഇത്തരത്തിൽ വിദ്യാർത്ഥി സംഘങ്ങളുടെ ഭാഗത്തുനിന്നൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ടെഹ്റാൻ കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യഘട്ടങ്ങളിലൊക്കെ ഈ പ്രക്ഷോഭങ്ങൾ നടന്നിരുന്നുവെങ്കിൽ അത് മറ്റ് നഗരപ്രദേശങ്ങളിലും കൂടി കൂടുതൽ വ്യാപിപ്പിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കൂടുതൽ കടകളെല്ലാം തന്നെ അടഞ്ഞു കിടക്കുന്ന സ്ഥിതിവിശേഷം, ഭക്ഷ്യസാധനങ്ങൾ കിട്ടാനില്ലാത്ത സ്ഥിതിവിശേഷം, അങ്ങനെ വലിയ ദുരിതത്തിലേക്ക് ഇറാൻ നീങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. MG മിഥുനാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേർന്നത്. ഏതായാലും ഇറാനിൽ പ്രക്ഷോഭത്തിന് ശമനമില്ല, ഇപ്പോഴും സമാനമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. വലിയ അസംതൃപ്തിയിലാണ് ജനം എന്നതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. ഒൻപത് മണി വാർത്ത തുടരുകയാണ്. സ്വിറ്റ്സർലൻഡിലെ പുതുവർഷ ആഘോഷങ്ങൾക്കിടയിൽ 40ഓളം പേരുടെ മരണത്തിനിടയാക്കിയ അഗ്നിബാധ തീവ്രവാദ ആക്രമണമല്ലെന്ന് പോലീസ്. ഷാംപെയിൻ കുപ്പികളിൽ പിടിപ്പിച്ചിരുന്ന കമ്പിത്തിരിയിലെ തീ പടർന്നാണ് അപകടമുണ്ടായത് എന്നാണ് പ്രാഥമിക നിഗമനം. ക്രാൻസ് മൊണ്ടാനയിൽ ഒരു സ്വകാര്യ റിസോർട്ടിലുണ്ടായ അപകടത്തിൽ 100-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അജയ്, 100ഓളം പേർക്ക് പരിക്കേറ്റവരിൽ നിരവധി പേരുടെ നില ഗുരുതരമാണ്. അതാണ് ഈ അപകടത്തിൻ്റെ ഗൗരവ സ്വഭാവം വർദ്ധിപ്പിക്കുന്നത്. ഒപ്പം 40ഓളം പേർ മരണപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പോൾ എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഈ അപകടത്തിൻ്റെ കൃത്യമായ കാരണം വ്യക്തമായിട്ടുണ്ടോ? രഞ്ജിത്ത്, നിലവിൽ ഈ അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൃക്സാക്ഷികളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ മാത്രമാണ് നിലവിൽ പോലീസിനുള്ളത്. പലരും ഈ സംഭവത്തെപ്പറ്റി പറയുന്നത് ഈ പുതുവത്സര ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് പുലർച്ചെ 1:30 ഈ സ്ഫോടനം നടന്നതെന്നാണ്. അതായത് ഈ പുതുവത്സര ആഘോഷങ്ങൾക്ക് ശേഷം അവിടെ ഒരു പിറന്നാൾ ആഘോഷം കൂടി നടന്നിരുന്നു. അപ്പോൾ ഈ പിറന്നാൾ ആഘോഷത്തിൻ്റെ ഭാഗമായി അവിടെ ഈ റിസോർട്ടിൽ തന്നെയുള്ള ഒരു വെയിട്രസ് ഈ ഷാംപെയിൻ ബോട്ടിലുകളിൽ ഈ കമ്പിത്തിരി കത്തിച്ചു വെച്ച് ഒരു ഡെക്കറേഷനായി അവിടെ വച്ചിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് ഷാംപെയിൻ ബോട്ടിന് ഉള്ളിലേക്ക് ഈ തീപ്പൊരി വീഴുകയും ഇപ്പോൾ ഇതുവഴി തീ പടരുകയും ചെയ്തതാണ് എന്നതാണ് ഇപ്പോൾ നിലവിൽ ദൃക്സാക്ഷികളിൽ നിന്ന് ലഭിക്കുന്ന വിശദീകരണം. ഇത് തീവ്രവാദി ആക്രമണമാണോ എന്നുള്ള തരത്തിലുള്ള അഭ്യൂഹങ്ങളെല്ലാം ആദ്യഘട്ടത്തിൽ പ്രചരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ പോലീസ് തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇത് തീവ്രവാദി ആക്രമണമോ അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളോ അല്ല, ഇത്തരത്തിലൊരു അപകടമാണ് ഈ നടന്നതെന്നാണ് ഇപ്പോൾ നിലവിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായി ഈ ക്രാൻസ് മൊണ്ടാന എന്ന് പറയുന്ന റിസോർട്ട് ഈ സ്ഥലത്ത് ഇപ്പോൾ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ നോ ഫ്ലൈ സോണായിട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ അപകടം നടന്ന സ്കീ റിസോർട്ട് അവിടവും പിന്നെ ചുറ്റുപാടുകളും എല്ലാം ഇപ്പോൾ നിലവിൽ ശക്തമായി തന്നെ നിരീക്ഷിച്ചു വരികയാണ്. മറ്റ് തെളിവുകൾ ഉൾപ്പെടെ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. മരിച്ച 40 പേരിൽ
പലരുടെയും മൃതദേഹം തിരിച്ചറിയാനായിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ തിരിച്ചറിയൽ ഉൾപ്പെടെ അത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ DNA പരിശോധന ഉൾപ്പെടെ നടത്തേണ്ട കാര്യമുണ്ട്. 100-ലധികം പേർ നിലവിൽ ചികിത്സയിൽ തുടരുന്നുണ്ട് എന്നാണ് വിവരം ലഭിക്കുന്നത്. 16-നും 25 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരാണ് ഈ അപകടത്തിൽ മരിച്ചവരിലും പരിക്കേറ്റവരിലും ഭൂരിഭാഗവും ഉള്ളത്. കൂടുതലും ഇറ്റാലിയൻ അല്ലെങ്കിൽ ഫ്രഞ്ച് പൗരന്മാരാണ് ഇവിടെ നടന്ന ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് എന്നതാണ് ഈ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത്. ഇത് സ്വിറ്റ്സർലൻഡിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഒരു ഇരുണ്ട അധ്യായമാണെന്നാണ് അവിടുത്തെ പ്രസിഡന്റ് ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും സംഭവത്തിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ബംഗ്ലാദേശിലും സാഹചര്യങ്ങൾ ഒട്ടും സുരക്ഷിതമല്ല. വലിയ അരക്ഷിതാവസ്ഥ ബംഗ്ലാദേശിലുണ്ട്. വീണ്ടും അവിടെ മൂന്നാമതും ഒരു ന്യൂനപക്ഷ സമുദായ അംഗത്തിന് നേരെ ആക്രമണമുണ്ടായി. ശരീയത്പൂർ ജില്ലയിൽ പുതുവത്സരാഘോഷത്തിനിടയിലാണ് ഹിന്ദുമത വിശ്വാസിയെ അക്രമികൾ തീ കൊളുത്തി കൊല്ലാൻ ശ്രമിച്ചത്. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഖോഖോൺ ചന്ദ്രദാസ് ജീവനുമായി മല്ലടിക്കുകയാണ്. കേർഭംഗ ബസാറിനടുത്തുള്ള ദാമുദ്ര പ്രദേശത്തായിരുന്നു സംഭവം. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. അജയ്, മൂന്നാമത്തെ സംഭവമാണ്, എന്താണ് വിശദാംശങ്ങൾ? രഞ്ജിത്ത്, ബംഗ്ലാദേശിൽ സാഹചര്യങ്ങൾ അത് പഴയതുപോലെ തന്നെ തുടരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഖോഖോൺ ചന്ദ്രദാസ് എന്ന് പറയുന്ന 50-കാരന് നേരെ നടന്ന ആക്രമണം എന്ന് പറയുന്നത്. ഇത് വളരെ ഒരു ദാരുണമായിട്ടുള്ള രീതിയിലുള്ള സംഭവമാണ്. ഇയാൾ തൻ്റെ കട പൂട്ടി, ഒരു വ്യാപാരിയായിട്ടുള്ള ഇയാൾ തൻ്റെ കട പൂട്ടി വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിലായിരുന്നു വഴിമധ്യേ ഈ ആക്രമണം ഉണ്ടായത്. പിന്നിൽ നിന്ന് വന്ന അക്രമികൾ ഇയാളുടെ ശരീരത്തിൽ പല ഭാഗത്തായി കുത്തി പരിക്കേൽപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ വയറ്റിൽ ആഴത്തിലുള്ള ഒരു കുത്തും ഏറ്റിട്ടുണ്ട്. ഈ അക്രമികളെ തിരിച്ചറിയരുത് എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇയാളുടെ തലവഴി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. ഇയാൾ ഉടൻ തന്നെ സമീപത്തുള്ള ഒരു കുളത്തിൽ ചാടിയാണ് അധികം പൊള്ളലേൽക്കാതെ രക്ഷപ്പെട്ടത്. ഉടൻ തന്നെ ഈ സംഭവം കണ്ട അവിടെ അടുത്ത് കൂടിയുന്ന ചിലർ ഇയാളെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. ഈ സ്ഥലമായിട്ടുള്ള ശരീയത്പൂരിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ആദ്യം പ്രവേശിപ്പിച്ചത്. പിന്നീട് പരിക്ക് ഗുരുതരമായതിനാൽ തുടർ ചികിത്സയ്ക്കായി ധാക്കയിലെ മറ്റൊരു ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു. എന്തായാലും ഈ കുറ്റവാളികൾ ആരാണ് എന്നതിനെ സംബന്ധിച്ച് ഉൾപ്പെടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇയാളുടെ ഭാര്യയായിട്ടുള്ള സീമാദാസിൻ്റെ ഒരു പ്രതികരണമുണ്ട്. അതായത് തങ്ങൾക്ക് ആരോടും ശത്രുതയൊന്നുമില്ല, ആരുമായിട്ടും വിരോധമുള്ള ഒരു കുടുംബ പശ്ചാത്തലമല്ല നമുക്കുള്ളത്. ഇത് കരുതിക്കൂട്ടി അവിടെ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളുടെ ഒരു പുതിയ അധ്യായം തന്നെയാണ് എന്നുള്ള രീതിയിലുള്ള സംശയങ്ങൾ തന്നെയാണ് ഇതിലും വെളിപ്പെട്ട് വരുന്നത്. എന്തായാലും ഈ അന്വേഷണം ഉൾപ്പെടെ നടക്കുന്നുണ്ട്. എന്നാൽ അന്വേഷണത്തിൻ്റെ വിശ്വാസ്യതയും ഇപ്പോൾ സംശയ നിഴലിലാണ്. പ്രത്യേകിച്ച് ബംഗ്ലാദേശിൽ നിലവിലുള്ള സാഹചര്യങ്ങൾ, ഈ ആദ്യം കൊല്ലപ്പെട്ട ദീപു ചന്ദ്രദാസിൻ്റെ കൊലപാതകത്തിൽ തന്നെ പോലീസ് കുറ്റവാളികളെ സഹായിച്ചിരുന്നു എന്നുള്ള തരത്തിലുള്ള വെളിപ്പെടുത്തലുകളെല്ലാം പിന്നീട് വന്നിരുന്നു. അതുപോലെ തന്നെ രണ്ടാമത് കൊല്ലപ്പെട്ട അമൃത് മൊണ്ടാൽ എന്ന് പറയുന്ന വ്യക്തിയുടെ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണവും ഇതും എവിടെയും എത്താത്ത ഒരു അവസ്ഥയിലാണ്. എന്തായാലും മുഹമ്മദ് യൂനിസിൻ്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ അവിടുത്തെ ക്രമസമാധാനം പരിപാലിക്കുന്നതിൽ പൂർണ്ണമായിട്ടും ദിനംപ്രതി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഉത്തരേന്ത്യയിൽ ശൈത്യതരംഗം അതിരൂക്ഷമായി തുടരുന്നു. ഡൽഹിയിലെ കുറഞ്ഞ താപനില 4.5 ഡിഗ്രി സെൽഷ്യസ് ആകുമെന്നാണ് മുന്നറിയിപ്പ്. പഞ്ചാബിൽ സ്കൂളുകൾക്ക് അവധിയുണ്ട്. ഡൽഹിയിൽ വായു മലിനീകരണം രൂക്ഷമായി തുടരുന്നുണ്ട്. ജനുവരി 5 വരെ ഡൽഹി, രാജസ്ഥാൻ, പഞ്ചാബ് എന്നിവിടങ്ങളിൽ ശൈത്യതരംഗം ശക്തമാകുമെന്ന സൂചനകൾ കൂടി ലഭ്യമാകുന്നുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഫരീദാബാദ് കൂട്ടബലാത്സംഗം BJPക്കെതിരെ രാഷ്ട്രീയ ആയുധമാക്കി കോൺഗ്രസ്. സ്ത്രീ സുരക്ഷയെക്കുറിച്ചുള്ള BJP സർക്കാരിൻ്റെ അവകാശവാദങ്ങൾ പൊള്ളയാണെന്ന് ഹരിയാന കോൺഗ്രസ് പ്രസിഡന്റ് റാവു നരേന്ദ്ര സിംഗ് ആരോപിച്ചു. ഇരയ്ക്ക് അടിയന്തര സുരക്ഷയും നഷ്ടപരിഹാരവും നൽകണമെന്നും ആവശ്യപ്പെട്ടു. 3 കുട്ടികളുടെ അമ്മയായ 25-കാരിയെ ഓടുന്ന വാനിൽ കൂട്ടബലാത്സംഗം ചെയ്യുകയായിരുന്നു. തുടർന്ന് ഗുഡ്ഗാവ് ഫരീദാബാദ് റോഡിലെ വിജനമായ സ്ഥലത്ത് പുറത്തേക്ക് തള്ളിയിട്ടു. ന്യൂസിലാൻഡിനെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ ഇന്ന് പ്രഖ്യാപിക്കും. ജനുവരി 11 മുതലാണ് 3 മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പര ആരംഭിക്കുക.
ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ തിരിച്ചെത്തും. ആഭ്യന്തര ക്രിക്കറ്റിൽ മിന്നും ഫോമിൽ തുടരുന്ന മുഹമ്മദ് ഷമി, ഇഷാൻ കിഷൻ, സർഫറാസ് ഖാൻ, ദേവദത്ത് പടിക്കൽ എന്നിവരെയും പരിഗണിച്ചേക്കും. ഏകദിന പരമ്പരയ്ക്ക് പിന്നാലെ 5 മത്സരങ്ങളടങ്ങിയ T20 പരമ്പരയുമുണ്ട്. ഒരിക്കൽ കൂടി ഇടവേളയിലേക്ക്. കത്തുന്ന ഹെഡ്ലൈറ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്ന റോഡ്. നമ്മുടെ പടത്തിന്റെ ആദ്യ ഫ്രെയിം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. 3 പേര് ഒരു കാറിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്നു. പെട്ടെന്ന് ഇതാ എന്തോ കണ്ട് ബ്രേക്ക് ചവിട്ടുന്നു. എന്തുവാടേ അവനല്ലേ പറഞ്ഞത്, നീ എന്തിനാ ചവിട്ടുന്നേ? Today, the world changes at every fraction of a second. തീരുമാനങ്ങൾ, സംഭവങ്ങൾ, അതിവേഗ മാറ്റങ്ങൾ, പ്രതിസന്ധികൾ, ഉയരുന്ന ശബ്ദങ്ങൾ. In a world moving this fast, staying still is not an option. ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവറിൽ ലോകം ചുറ്റാൻ പറ്റും. മേ ബി പോസിബിൾ ഇൻ ഫ്യൂച്ചർ. ഇതിപ്പോ ഇത്ര സിമ്പിൾ ആയിട്ട് പറയാൻ ഞാൻ ഇലോൺ മസ്ക് ഒന്നല്ലല്ലോ. ബട്ട് ഐ ക്യാൻ ഓഫർ സംതിങ് ഗുഡ്. അരമണിക്കൂറിൽ ലോകം ശബരിമല സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണ വിധേയമാണ്. ഇന്നലെ 87,774 തീർത്ഥാടകർ ദർശനം നടത്തി. മണിക്കൂറിൽ 4000 തീർത്ഥാടകർ ഇപ്പോൾ സന്നിധാനത്തേക്ക് എത്തുന്നുവെന്നാണ് പോലീസിന്റെ കണക്ക്. സന്നിധാനത്ത് മൂടിക്കെട്ടിയ അന്തരീക്ഷവും ഇടയ്ക്കിടെ ചാറ്റൽ മഴയും പെയ്യുന്നുണ്ട്. ശബരിമല സന്നിധാനത്തിൽ കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് തിരക്ക് നിയന്ത്രണ വിധേയമാണ്. ഇന്നലെ 83,000-ലധികം തീർത്ഥാടകരാണ് രാത്രി 12 മണി വരേക്കും 18-ാം പടി കയറിയത്. ഇന്ന് രാവിലെയും നിയന്ത്രണ വിധേയമായ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇതുവരേക്കും 20,000-ന് മുകളിൽ തീർത്ഥാടകർ സന്നിധാനത്ത് എത്തിയിട്ടുണ്ട് എന്നാണ് അറിയാനാകുന്നത്. മിനിറ്റിൽ 80-ലധികം തീർത്ഥാടകരെ 18-ാം പടി കയറ്റുന്നുണ്ട്. അതായത് മണിക്കൂറിൽ 5,000-ലധികം തീർത്ഥാടകർ 18-ാം പടി കയറുന്നു എന്നുള്ളതാണ് കണക്ക്. തിരക്ക് നിയന്ത്രണ വിധേയമായ സാഹചര്യമാണ്. പക്ഷേ ശരംകുത്തി മുതൽ അല്പം നിയന്ത്രണങ്ങളിലൂടെ മാത്രമേ സന്നിധാനത്തേക്ക് തീർത്ഥാടകർക്ക് എത്താൻ കഴിയുള്ളൂ. സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുവാൻ ഇവിടെ കുറച്ച് സമയം ചിലപ്പോൾ അവർക്ക് കാത്തു നിൽക്കേണ്ടതായിട്ട് വരും. അത് സ്വാഭാവികമായിട്ടും എല്ലാ തീർത്ഥാടകരും ചെയ്യുന്ന ഒന്നുമാണ്. പക്ഷേ പമ്പ മുതൽ സന്നിധാനം വരെ മറ്റെവിടെയും വലിയ പ്രശ്നങ്ങളില്ലാതെ തന്നെ എത്തിച്ചേരാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതോടൊപ്പം തന്നെ മഴ, ചാറ്റൽ മഴ പെയ്യുന്ന ഒരു കാലാവസ്ഥയാണ് നിലവിലുള്ളത്. ഇന്നലെ രാത്രി മഴ പെയ്തിരുന്നു. ഇന്ന് രാവിലെയും പല സമയങ്ങളിലായിട്ട് മഴ പെയ്യുന്നുണ്ട്. കനത്ത മഴയല്ല, തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യമല്ല. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ഈ ഒരു കാലാവസ്ഥയിൽ മാറ്റമുണ്ട്. ഇന്ന് മഴ ശക്തിപ്പെടുകയാണെങ്കിൽ ഒരു പക്ഷേ തീർത്ഥാടകർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യമായിരിക്കും തീർക്കുക. പക്ഷേ നിലവിൽ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്, ചാറ്റൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. തിരക്ക് നിയന്ത്രണ വിധേയമാണ്. പക്ഷേ പമ്പ മുതൽ സന്നിധാനം വരെ എത്തിച്ചേരുവാൻ 4 മുതൽ 5 മണിക്കൂർ വരെ സമയം എടുക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. സന്നിധാനത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18. നമുക്ക് ശബരിമലയിൽ നിന്നുള്ള മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകണം. പ്രതിസന്ധികളോടും കുപ്രചരണങ്ങളോടും പടപൊരുതിയാണ് മുന്നോട്ട് പോകുന്നതെന്ന് ശബരിമലയിലെ മെസ് കരാർ ഏറ്റെടുത്ത വനിതാ സംരംഭക കൊല്ലം സ്വദേശിനി സുധാ പഴയമഠം. അയ്യപ്പന്റെ അനുഗ്രഹവും ദേവസ്വം ബോർഡിന്റെ പിന്തുണയും ഉള്ളതുകൊണ്ട് മാത്രമാണ് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. ആദ്യമായി കരാറെടുത്ത വനിതാ സംരംഭക എന്ന നിലയിലും നേരിടേണ്ടി വരുന്ന നുണപ്രചാരണങ്ങളെയാണ്. കരാർ ഉപേക്ഷിച്ച് പോകണമെന്ന രീതിയിൽ പലരും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പ്രതിസന്ധികളോട് പടവെട്ടിയാണ് പിടിച്ചു നിൽക്കുന്നതെന്നും അവർ ന്യൂസ് 18 പറഞ്ഞു. ദിവസവും 5000-ലധികം പേർക്കാണ് 4 നേരം സുധാ പഴയമഠത്തിന്റെ നേതൃത്വത്തിൽ ഭക്ഷണം ഒരുക്കുന്നത്. ശബരിമല സന്നിധാനത്തെയും പമ്പയിലെയും നിലയ്ക്കലെയും ഭക്ഷണ വിതരണം അത് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് വലിയ ഒരു വെല്ലുവിളിയാണ്, വലിയൊരു ടാസ്കുമാണ്. അത് ഇത്തവണ ഏറ്റെടുത്തിരിക്കുന്നത് ഒരു വനിതയാണ്. സുധാ പഴയമഠത്തിൽ ഒട്ടേറെ വെല്ലുവിളികൾ അതിജീവിച്ചുകൊണ്ടാണ് അവർ ഈ ഒരു
ഈ ഒരു ലക്ഷ്യത്തിലേക്ക് വന്നത്. അതിനെ തുടർന്ന് ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്നുണ്ട്. പക്ഷേ അതൊക്കെ മറികടന്ന് ദിവസവും 5000-ലധികം ആളുകൾക്ക് വ്യത്യസ്തങ്ങളായ രുചികരമായ ഭക്ഷണം 4 നേരം നൽകുന്ന വലിയ ഒരു ലക്ഷ്യമാണ് അവർ നിറവേറ്റുന്നത്. സുധ ചേച്ചി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചേച്ചി, ശബരിമലയിലൊരു വനിത ഈ ഒരു ഭക്ഷണത്തിന് ചുമതല ഏറ്റെടുക്കുക എന്നുള്ളത് ആദ്യം അറിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും ഒരു കൗതുകമായിരുന്നു. ഒരു വനിതയെ കൊണ്ട് ഇതൊക്കെ സാധിക്കുമല്ലേ എന്ന്. എങ്ങനെയായിരുന്നു ആ ഒരു അനുഭവം? ആദ്യം നമുക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 7 ദിവസം നമുക്കത് ഭയങ്കരമായ മാനസിക സംഘർഷം നമുക്ക് പലതരത്തിലും. പക്ഷേ ദേവസ്വം ബോർഡിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും, ബോർഡിൻ്റെ ഭാഗത്തു നിന്നായാലും ജീവനക്കാരുടെ ഭാഗത്തു നിന്നായാലും എല്ലാം നമുക്ക് അനുകൂലമായിട്ട് അവർ നിന്നു. കാരണം കളഞ്ഞിട്ട് പോകരുതേ എന്നുള്ള എക്സിക്യൂട്ടീവ് ഓഫീസർ ഉൾപ്പെടുന്ന അവിടെ നിന്ന് നമുക്ക് വേണ്ടുന്ന ആൾക്കാരെയൊക്കെ തന്ന് സഹായിച്ചു, നമുക്ക് പറഞ്ഞു തന്നു. കാരണം നമുക്ക് അറിയത്തില്ലല്ലോ, ഇതിൻ്റെ ക്വാണ്ടിറ്റി അറിയത്തില്ല. അതിൽ വന്ന ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ പുള്ളി അയ്യപ്പൻ വിചാരിക്കണമല്ലോ നമ്മളിവിടെ വരുന്നതും പോകുന്നതും. അപ്പോൾ പുള്ളി വിചാരിച്ചാണ് ഞാൻ തന്നെ നടത്തട്ടെ ഈ വർഷം എന്നുള്ള ആ ഒരു നിഗമനത്തിലായിരിക്കും. ഭഗവാന്റെ ഒരു അനുഗ്രഹം, അത്രയേ ഉള്ളൂ. ഇത് ഒരുപാട് പേര് അവരുടെ കുത്തക പോലെ വെച്ചിരുന്ന സംവിധാനമാണ്. അപ്പോൾ അതിലേക്ക് ഒരു വനിത വന്ന് അത് ഏറ്റെടുത്തപ്പോൾ എന്തൊക്കെ പ്രതിസന്ധികളാണ് നേരിടേണ്ടി വന്നത്? ഇവരുടെ ആൾക്കാർ തന്നെ ഉണ്ട് ഇതിനകത്ത്. ഇത് കാരണം വർഷങ്ങളായിട്ട് ഇതിൻ്റെ ഇത് നടത്തി പോരുന്ന ആൾക്കാരുണ്ട് ഇതിൻ്റെ പിന്നിൽ. അപ്പോൾ അവർക്ക് ഇത് കിട്ടാതെ വന്നപ്പോൾ ഉള്ളൊരു വിഷമവും, പിന്നെന്ന് പറഞ്ഞാൽ നമ്മളിത് നിർത്തിയിട്ട് പോകുവാണെങ്കിൽ അവർ ഏറ്റെടുക്കാമെന്ന് വരെ പരസ്യമായിട്ട് അവർ പറഞ്ഞു കഴിഞ്ഞു. ഇത് നിർത്തുന്ന പറ്റത്തില്ല, ഒരു സ്ത്രീ ഇത് നടത്തത്തില്ല, ഇത് എല്ലാവരും ആശുപത്രിയിലാണ്, എല്ലാവർക്കും അസുഖമായിട്ട് കിടക്കുകയാണ്, ഞങ്ങൾക്ക് വയറ്റിളക്കമാണ്, ഛർദിലാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ ഒരുപാടങ്ങ് നമ്മളും വിചാരിച്ചു ഇത് പറ്റത്തില്ലായിരിക്കും, നമുക്കങ്ങ് നിർത്താം, കരാറങ്ങ് ക്യാൻസൽ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ ഭഗവാൻ അതിന് നമ്മളെ അനുവദിച്ചില്ല എന്ന് വേണം പറയാൻ. എല്ലാം ഭഗവാന്റെ ഒരു അനുഗ്രഹം, അത്രയേ ഉള്ളൂ. തുടരാൻ സമ്മതിക്കില്ല എന്നുള്ള രീതിയിൽ തന്നെ പല പണികളും വന്നില്ലേ? പിന്നെ ഒരുപാട് എല്ലാ തരത്തിലും നമ്മളെ ഇവിടെ ആഹാരങ്ങളൊന്നും കൊള്ളത്തില്ലെന്നും നമ്മുടെ ആഹാരങ്ങളൊന്നും മുഴുക്കുന്നില്ലെന്നും പിന്നെ അവർക്ക് ഛർദിലാണെന്നും പിന്നെ ഒരു തെറ്റായ പ്രചരണം. എന്നിട്ട് ഇപ്പോഴും പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇത്ര നല്ല രീതിയിൽ ആഹാരം സഫീഷ്യൻ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് എല്ലാവർക്കും. നമ്മൾ അഥവാ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം തികഞ്ഞില്ല എങ്കിൽ അപ്പോൾ തന്നെ നമ്മളിതിൻ്റെ അടുത്ത ഇത് കണ്ടെത്തി ആഹാരം നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. നമുക്കൊരു കുഴപ്പങ്ങളും ഇതുവരെ വന്നില്ല. ജനറേറ്ററിൻ്റെ ഡീസൽ വരെ നമ്മളെ വെള്ളം ഒഴുകി പോകുന്ന പോലാണ് പോയത്. ഡീസൽ വരെ നമ്മുടെ ഇതാക്കി കളഞ്ഞ്. പിന്നെ ഒരുപാട് കഷ്ടനഷ്ടങ്ങളും മാനനഷ്ടങ്ങളും എല്ലാം അവർ വരും. പക്ഷേ നമ്മളിത് കളഞ്ഞിട്ട് പോകത്തില്ലെന്ന് ഉറപ്പ്. എന്തായാലും ഈ വർഷം എടുത്ത കരാറ് നമ്മൾ ചെയ്യുമെന്ന് 100% ഉറപ്പിച്ചു. ഭഗവാൻ നമ്മുടെ കൂടെ നിൽക്കണം. ഭഗവാനോട് ഞാനങ്ങ് പറഞ്ഞു, എന്തിനാ ഞങ്ങളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നു. പക്ഷെ ആ ഒരു പറച്ചിൽ ദൈവം കേട്ടു. ഈ ആദ്യത്തെ പ്രതിസന്ധിക്കൊക്കെ ശേഷം മണ്ഡല വിളക്കിന്റെ സമയത്ത് സദ്യയൊക്കെ വിളമ്പാൻ കഴിഞ്ഞപ്പോൾ ഒരുപാട് ആത്മവിശ്വാസം കിട്ടിയല്ലേ? ഒരുപാട് സന്തോഷം തോന്നി. കാരണം സദ്യയൊക്കെ 100-110% നല്ല രീതിയിൽ വിജയിച്ചു. എല്ലാവരും പറഞ്ഞു, ഈ പറഞ്ഞ എല്ലാ ആൾക്കാരും പറഞ്ഞു, ചേച്ചിക്ക് ഇങ്ങനെയൊക്കെ വെക്കാൻ അറിയാവോ എന്ന് വരെ ചോദിച്ചവരുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ എന്നും അങ്ങനെ കൊടുക്കാനൊക്കത്തില്ലല്ലോ. നമ്മുടെ പൈസയുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് വേണ്ടേ. എന്നാലും നമ്മളൊരുവിധം നന്നായിട്ട് കൊടുക്കുന്നെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. പിന്നെ 5000 പേര് കഴിച്ചാൽ 5000 വീടുകളിൽ നിന്നാണ് കഴിക്കുന്നത്, അല്ലാതെ ഒരു വീട്ടിലെ ഭക്ഷണം അല്ലല്ലോ. പല വീടുകളിൽ നിന്ന് വരുന്നവരാണ്, അവർക്ക് പല ടേസ്റ്റാണ്. പിന്നെ അവരുടെ പ്രവൃത്തികൾ നമ്മൾ നോക്കുമ്പോൾ അരമണയിൽ നിന്ന് വരുന്നവർ അവരവിടെ ജോലി ചെയ്ത് ക്ഷീണിച്ച് അവരുടെ പ്രതിഷേധമാണ് ആഹാരത്തിൻ്റെ മുന്നിൽ അവർ കാണിക്കുന്നത്. അപ്പോൾ അവരോടും നമുക്ക് പിന്നെ ഇത് കണ്ടപ്പം അവരോടും ഒരു അലിവ് തോന്നി. കാരണം അവരത് കാണിക്കുന്നതിൽ അവർക്ക് അവരുടെ ഒരു വിഷമമാണ് അവരാ കാണിക്കുന്നതെന്ന്. അതുപോലെ ഭണ്ഡാരത്തിൽ നിന്ന് വരുന്ന ആൾക്കാരും അവരൊക്കെയാണ് ഈ ബഹളം ഉണ്ടാക്കുന്നത്. കാരണം നമുക്ക് മനസ്സിലാവും അവരാ ഉണ്ടാക്കുന്നതിൻ്റെ അവരവിടെ അനുഭവിക്കുന്ന ഒരു വിഷമത്തിൻ്റെയാണ് നമ്മുടെ മുന്നിൽ ഓടി വരുന്നുണ്ടെ ആഹാരം ചിലപ്പം തികയാതെ വരികയോ പെട്ടെന്ന് കൊടുക്കാതെ വരികയോ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രതിഷേധമാണ് അത് കാണിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഒന്നുമില്ല, അവരെല്ലാം നമ്മളോട് സ്നേഹത്തിലായി. 5000 പേർക്ക് ഭക്ഷണം ഒരുക്കുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയാണല്ലോ. എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ? 5000 പേരുടെ ഭക്ഷണം എന്നുള്ളതല്ല, നമ്മളൊരു 5000 പേരുടെ സദ്യ ഒരുക്കിയാൽ അങ്ങനെയുള്ള ഒരു ക്വാണ്ടിറ്റിയിലല്ല ഇവിടെ ഒരുക്കേണ്ടത്. 5000 പേരുടെ ഭക്ഷണം ഒരുക്കിയാൽ 5000 പേർക്ക് ഇവിടെ കൊടുക്കാനൊക്കത്തില്ല.
നമ്മൾ സാധാരണ ഒരു 5000 പേർക്ക് സദ്യ ഒരുക്കിയാൽ നമ്മളെ നാട്ടിൽ പറയും അതൊരു 5500 6000 പേർക്ക് കൊടുക്കാവുന്നു. പക്ഷേ ഇവിടെ 5000 പേർക്ക് സദ്യ ഒരുക്കിയാൽ 2000 പേർക്ക് പോലും കൊടുക്കാനൊക്കത്തില്ല. അതാണ് ഇവിടുത്തെ കാരണം. നമ്മുടെ കല്യാണത്തിന് ചെല്ലുമ്പോൾ അതിന് മുന്നേ നമ്മൾ എന്തെല്ലാം കഴിച്ചും കൊണ്ടായിരിക്കും ചെന്നിരിക്കുന്നത്. ഇവിടെ കിട്ടുന്ന ആഹാരമല്ലേ ഉള്ളൂ. അങ്ങനെ ഒരു വ്യത്യാസം. ഒരുപാട് തെറ്റുണ്ടായിരുന്നു. കണക്കൂട്ടലുകളെല്ലാം നമ്മുടെ തെറ്റിപ്പോയി ആദ്യം ഒരാഴ്ച. അവർ പറയുന്നതൊക്കെ ശരിയാണ്. ആദ്യം നമ്മുടെ കണക്കൂട്ടലുകളെല്ലാം തെറ്റിപ്പോയിരുന്നു. പിന്നെ നമുക്ക് അവരുടെ ക്വാണ്ടിറ്റി മനസ്സിലായി. അതിന് നമ്മളെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും എക്സിക്യൂട്ടീവ് ഓഫീസറും എല്ലാം നമ്മളെ നല്ല രീതിയിൽ സഹായിച്ചു അതിന്. കാരണം അവർക്കിതൊക്കെ നടത്തി കണ്ട് പരിചയമുള്ള ആൾക്കാരല്ലേ. അവർ നല്ല രീതിയിൽ നമ്മളോട് സപ്പോർട്ട് ചെയ്തു. ഇതിലെ ഈ പച്ചക്കറി കൊണ്ടൊരു വലിയ വെല്ലുവിളിയായിരിക്കും അല്ലേ? പച്ചക്കറി വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ നിന്ന് പമ്പേ വന്നാൽ അത് ട്രാക്ടറിൽ ഇവിടെ എത്തിക്കുന്ന സമയങ്ങൾ, അത് എത്താൻ താമസിക്കുന്നത്, നമ്മൾ ഒരുപാട് ദിവസം എടുത്തിവിടെ പച്ചക്കറി ഇടാനൊക്കത്തില്ല. അങ്ങനെയുള്ള ഒരു വിഷമങ്ങൾ. ഓടി ഓടി വണ്ടി വരത്തില്ലല്ലോ. അങ്ങനെയുള്ള പെട്ടെന്ന് തീർന്നാൽ വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. ഇല്ല അതിലൊക്കെയാണ്. നമ്മുടെ അവിടെ ആണെങ്കിൽ ഒരു സാധനം തീർന്നാൽ നമുക്ക് അടുത്ത വണ്ടി എടുത്തുകൊണ്ട് അടുത്ത സൈറ്റിലോട്ട് ഓടാം. പക്ഷെ ഇതൊക്കത്തില്ല. ഞങ്ങൾ അഥവാ സാധനം തീരുവാണെങ്കിൽ ഒന്നീ പോലീസ് മെസ്സിലോട്ടാണ് ഓടുന്നത്. അവര് സഹകരിക്കും, അവര് തരും. ഞങ്ങൾ അത്യാവശ്യം വന്നാൽ അവരാണ് ഞങ്ങളുടെ സഹായി. ക്വാളിറ്റി എങ്ങനെയാണ് അഷ്യൂർ ചെയ്യുന്നത്? ക്വാളിറ്റി നമ്മൾ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് മേടിക്കുന്നത്. ഇവിടെ ഓരോരുത്തർ ചോദിക്കും എന്നിട്ട്, നിങ്ങൾ ഇത്രയും നല്ല ക്വാളിറ്റി, അതായത് ഞങ്ങളിവിടെ ചോറ് വയ്ക്കാൻ ഉപയോഗിക്കുന്നത് തന്നെ പിന്നെ അരിയുടെ പേര് മറന്നുപോയി, നല്ല നമ്പർ 1 ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ല, നമ്മൾ അയ്യപ്പൻ്റെ മണ്ണിൽ വന്ന് ഞങ്ങളുടെ സംസാരം ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് നല്ല രീതിയിൽ ആഹാരം കൊടുക്കാമെന്നാണ്. ഞങ്ങളുടെ 99% ഞങ്ങൾ അതിൻ്റെ സത്യസന്ധത കാണിക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും കുഴപ്പങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികം. 10-25 വർഷമായിട്ട് ഈ മേഖലയിൽ തന്നെയല്ലേ? മുമ്പ് ഒരുപാട് പേർക്ക് ഭക്ഷണം വിളമ്പിയതിൻ്റെ ഒരു അനുഭവമുണ്ട്. അത് ഇത് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? അതെന്ന് പറഞ്ഞാൽ ബൊഫേ സിസ്റ്റമാണ്. നമ്മളിങ്ങനെ വരിക്ക് നിന്ന് നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥരും അതുപോലുള്ള ആൾക്കാരും അടങ്ങുന്ന, അതായത് നാഷണൽ ഗെയിംസ് 2007 ജീവ സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിൻ്റെത്, പിന്നെ അതുപോലുള്ള സർക്കാർ പരിപാടികളെന്നൊക്കെ പറയുമ്പോൾ 5000-7000 ഒക്കെ നമുക്ക് കൊടുക്കാം. പക്ഷെ ആ ഒരു അനുഭവമല്ല ഇത്. അതിൽ 70 ദിവസം ഭയങ്കര ഒരു വെല്ലുവിളി തന്നെയാണത്. കുഴപ്പമില്ല, നമ്മളിപ്പോൾ ഇതിനോടങ്ങ് ഇണങ്ങി ചേർന്നു. വിശ്വാസമാണ് ഇത്. നമ്മൾ എന്തായാലും പൂർത്തീകരിക്കുമെന്നുള്ള ആത്മവിശ്വാസമുണ്ട്. അവരും നമ്മളോട് സഹകരിക്കാൻ തുടങ്ങി, കഴിക്കുന്നവരും. ഇനിയിപ്പോൾ എന്താണ്? ഇനിയിപ്പോൾ മകരവിളക്കിന് വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. ഇനിയുള്ള ദിവസങ്ങൾ എന്തൊക്കെയാണ് സ്പെഷ്യലൊക്കെ? ഓരോ ദിവസം ഓരോ മെനു ആണല്ലോ ഉണ്ടാവുക. നമ്മൾ സ്പെഷ്യൽ പായസം കൊടുക്കുന്നുണ്ട്, പരിപ്പും പപ്പടം കൊടുക്കുന്നുണ്ട്, വറുത്തരച്ച് തീയൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ എല്ലാ ഫുഡുകളിലും മാറ്റം വരുത്തുന്നുണ്ട്. നമ്മളെ കൊണ്ട് കഴിയുന്ന നമ്മുടെ പൈസയിൽ നിന്നുകൊണ്ട്. എന്തോ എല്ലായിടത്തും ചേച്ചിയുടെ കണ്ണും കയ്യും ഉണ്ടോ? എത്തും. അന്നെങ്കിലല്ലേ പറ്റത്തുള്ളൂ. എത്തും. എത്ര പേരുണ്ട് ഇവിടെ സഹായത്തിന്? 50 ജോലിക്കാരോളം ഉണ്ട് ഇവിടെ. അല്ലാതെ ദേവസ്വം ബോർഡ് ജീവനക്കാരും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ഒക്കെ നമ്മളെ പറഞ്ഞു തന്ന് സഹായിക്കാനും അല്ലാതെ എല്ലാവിധ സഹായങ്ങൾക്കും ഉണ്ട്. ഇടയ്ക്ക് ദേവസ്വം ബോർഡ് സദ്യ നടത്തണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തായിരുന്നു അതിൻ്റെ ഒരു? ഇടയ്ക്ക് സദ്യ അത് ഇവിടെ അല്ലല്ലോ, അന്നദാനത്തിലാണ് സദ്യ. നമ്മുടെ അല്ലേ, നമുക്ക് ബാധിക്കുന്നില്ല. നമ്മൾ മെസ്സിൻ്റെ മാത്രമാണ്. നമുക്ക് മെസ്സിൻ്റെയാണ്. നമുക്കൊരു സദ്യ മകരവിളക്കിനും പറഞ്ഞിട്ടുണ്ട്, ഒരു സദ്യ 41-നും പറഞ്ഞിട്ടുണ്ട്. അത് 41-ൻ്റെ കഴിഞ്ഞു, ഇനി മകരവിളക്കിൻ്റെ ഉണ്ട്. അല്ലാതെ സദ്യ അല്ലാതെ സദ്യയുടെ ഒരുവിധ മെനുകളെല്ലാം അല്ലാതെ വരുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. മിക്ക ദിവസങ്ങളിലും അങ്ങനെ കൊടുക്കുന്നുണ്ട്. എന്താണ് ഇപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് എത്തിയിട്ട് ഒരുപാട് വിഷമങ്ങൾ നേരിടേണ്ടി വന്നു. പക്ഷെ അയ്യപ്പനോടുള്ളൊരു ഭക്തി, ഈ ഒരു ആൾക്കാരെ സപ്പോർട്ടൊക്കെ വലിയ പിന്തുണ തരുന്നു. ഇനിയിപ്പോൾ എന്താണ് നമുക്കിനി പറയാനുള്ളത്? അതെ, അയ്യപ്പൻ്റെ മണ്ണിൽ വന്ന് നമ്മൾ എത്ര വിഷമങ്ങൾ സഹിച്ചിട്ടും അത് നമുക്കൊരു അതൊരു വിഷമമായിട്ട് തോന്നുന്നില്ല. നമുക്ക് ആ മണ്ണിൽ വലിയ സുഖങ്ങളൊന്നും നമുക്കിതിനകത്ത് കിട്ടുന്നില്ലെങ്കിലും ഒരു ഭയങ്കരമായ ഒരു വലിയൊരു അനുഭൂതിയാണ് നമുക്കിവിടെ നിൽക്കുമ്പോൾ. ഇല്ല, വിചാരിച്ചിട്ടില്ല. ഞാൻ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ മല കയറി വരുമോ എന്ന് പോലും എനിക്കൊരു വിശ്വാസമില്ലായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് അതിൻ്റെ കുറിച്ചൊന്നും ആലോചിക്കാൻ പോലും വയ്യല്ല. അയ്യപ്പൻ നല്ല രീതിയിൽ നമ്മളോട് അനുഗ്രഹിച്ചിട്ടുണ്ടെന്ന് വേണം പറയാൻ. അതേ ഉള്ളൂ, അടച്ചിട്ടേ പോകത്തുള്ളൂ. മകനുണ്ട്, മകൻ്റെ എല്ലാ സഹായവും.
അതാണ്, ഒരുപാട് പ്രതിസന്ധികളുണ്ട്, ഒരുപാട് വെല്ലുവിളികളുണ്ട്. ആദ്യഘട്ടത്തിൽ ചില ബുദ്ധിമുട്ടുകളുണ്ടായി, പലരും പാര വയ്ക്കാൻ ശ്രമിച്ചു. പക്ഷെ അതൊക്കെ തന്നെ മറികടക്കാൻ കഴിഞ്ഞതിൻ്റെ ആത്മവിശ്വാസമാണ് സുഹേജിക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഇനിയുള്ള ദിവസങ്ങളും ഇതേപോലെ തന്നെ ഇതിനേക്കാൾ ഗംഭീരമായിട്ട് ഈ ഒരു മെസ്സുമായി മുന്നോട്ട് പോകാമെന്ന പ്രതീക്ഷയും അവർ പങ്കുവയ്ക്കുകയാണ്. സന്നിധാനത്ത് നിന്നും CB അനുമോദ്, ന്യൂസ് 18. മറ്റു വാർത്തയിലേക്ക് പോകണം. വാഹനം കേടായി വഴിയിൽ കുടുങ്ങിയ അയ്യപ്പ ഭക്തർക്ക് സഹായഹസ്തം നീട്ടി റാഷിദ് മാഷും പത്നിയും. ഭക്തർക്ക് ഭക്ഷണം പാചകം ചെയ്യാനും വിശ്രമിക്കാനും സ്ഥലം നൽകിയാണ് റാഷിദ് മാഷും ഭാര്യ സുഹർ ടീച്ചറും യഥാർത്ഥ കേരള സ്റ്റോറിയുടെ മാതൃകയായത്. വെറുപ്പിന്റെ ഫാക്ടറികളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന നുണക്കഥകളല്ല കേരളത്തിന്റെ യഥാർത്ഥ കഥ. അതല്ല റിയൽ കേരള സ്റ്റോറി. അത് മതത്തിനും ജാതിക്കുമപ്പുറം അവയുടെ വേലിക്കെട്ടുകൾ പൊളിച്ച് മനുഷ്യ മനസ്സുകളിലേക്ക് കടന്നിരിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ കഥയാണ്. അത്തരത്തിലൊരു മാനവികതയുടെ കഥയാണ് കുറ്റിപ്പുറത്തെ അധ്യാപക ദമ്പതികളായ ആലുക്കൽ റഷീദ് മാസ്റ്ററും സുഹറ ടീച്ചറും സ്വന്തം ജീവിതം കൊണ്ട് എഴുതിക്കാട്ടിയത്. വാഹനം കേടായി വഴിയിൽ കുടുങ്ങിയ ഇതര സംസ്ഥാനത്ത് നിന്നുള്ള അയ്യപ്പ ഭക്തർക്ക് ഭക്ഷണമുണ്ടാക്കാനും വിശ്രമിക്കാനും സൗകര്യമൊരുക്കി നൽകിയാണ് ഈ അധ്യാപക ദമ്പതികൾ സ്നേഹത്തിന്റെ വിരുന്നൂട്ടിയത്. ചൊവ്വാഴ്ച രാവിലെയാണ് അഹമ്മദാബാദിൽ നിന്ന് ശബരിമലയിലേക്ക് പോകുകയായിരുന്ന 40 അംഗ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച വാഹനം കുറ്റിപ്പുറത്ത് വെച്ച് കേടായി വഴിയിൽ കുടുങ്ങിയത്. ഇതോടെ അയ്യപ്പ ഭക്തർക്ക് വിശ്രമിക്കാനും ഭക്ഷണം പാചകം ചെയ്യാനും എല്ലാ സഹായവും സൗകര്യവും നൽകി അധ്യാപക ദമ്പതികൾ മാതൃകയാവുകയായിരുന്നു. ചുറ്റും നടക്കുന്ന ജാതിയുടെയും മതത്തിന്റെയും പേരിലുള്ള കലഹത്തോട് യോജിപ്പില്ലെന്നും മനുഷ്യരെ മനുഷ്യനായി മാത്രം കണ്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂവെന്നും റഷീദ് മാസ്റ്റർ പറയുന്നു. രാവിലെ മുതൽ അയ്യപ്പ ഭക്തർക്ക് വേണ്ട സഹായം നൽകി മതസൗഹാർദ്ദത്തിന്റെ വിരുന്നൂട്ടിയതിന്റെ സന്തോഷത്തിലാണ് ഇവർ. ന്യൂസ് 18 തിരൂർ. പാലക്കാട് കുട്ടനാട് ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. കുട്ടനാട് സ്വദേശി പ്രതീഷ് പരമേശ്വരനാണ് മരിച്ചത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പ്രതീഷിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പട്ടാമ്പിയിൽ ട്രെയിൻ തട്ടി വ്യാപാരി മരിച്ചു. തിരുവേഗപ്പുറ കൈപ്പുറം സ്വദേശിയായ വ്യാപാരി AT ഹുസൈനാണ് മരിച്ചത്. ഇന്നലെ രാത്രിയിലാണ് സംഭവം. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷന് സമീപം വെച്ച് ഗുഡ്സ് ട്രെയിൻ ഇടിച്ചാണ് അപകടമുണ്ടായത്. മൃതദേഹം പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി. മേയറായി സ്ഥാനമേറ്റ ഉടൻ ഇന്ത്യൻ ആക്ടിവിസ്റ്റ് ഉമർ ഖാലിദിന് പിന്തുണ പ്രഖ്യാപിച്ച് സൊഹറാൻ മംദാനി. ഡൽഹിയിലെ തിഹാർ ജയിലിൽ UAPA ചുമത്തപ്പെട്ട് കഴിയുന്ന ഉമറിന് മംദാനി അയച്ച കത്ത് പുറത്തുവന്നു. മുൻപ് 2023 നരേന്ദ്രമോദിയുടെ US സന്ദർശനത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ച ഹൗഡി ഡെമോക്രസി എന്ന പ്രതിഷേധ പരിപാടിയിലും മംദാനി ഉമർ ഖാലിദിന്റെ കാര്യം പരാമർശിച്ചിരുന്നു. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. അജയ്, ഇന്ത്യക്കൊട്ടും സുഖകരമായ കാര്യമല്ല മംദാനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതും UAPA കേസ് ചുമത്തപ്പെട്ട് തിഹാർ ജയിലിൽ കഴിയുന്ന ഒരു പ്രധാനിക്ക് അനുകൂലമായി സംസാരിക്കുന്നത്. എന്താണ് മനസ്സിലാക്കേണ്ടത്? രഞ്ജിത്ത്, ഇതിനു മുൻപും ഉമർ ഖാലിദിന് സൊഹറാൻ മംദാനി പിന്തുണ അറിയിച്ചിരുന്നു. 2023 നടന്ന ഹൗഡി ഡെമോക്രസി എന്ന് പറയുന്ന ഒരു ചടങ്ങിലാണ് ഇത്തരത്തിൽ പിന്തുണ അറിയിച്ചിരുന്നത്. 2019 ഹൗഡി മോഡി എന്ന് പറയുന്ന പേരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ന്യൂയോർക്കിലേക്ക് സ്വീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പരിപാടികൾ US അരങ്ങേറിയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു കൗണ്ടർ എന്നുള്ള രീതിയിൽ 2023 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ US സന്ദർശനത്തിന് മുന്നോടിയായിട്ട് അവിടെ ചില സംഘടനകൾ ഒന്നിച്ചാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചത്. ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ അക്രമത്തിന് വിധേയരാകുന്നു എന്നും തുടങ്ങി അതുപോലെ പ്രധാനമന്ത്രിക്കെതിരെ വിവിധ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചത്. അന്ന് ഈ സൊഹറാൻ മംദാനി അദ്ദേഹം ന്യൂയോർക്കിലെ സ്റ്റേറ്റ് അസംബ്ലിയിലെ പ്രധാന അംഗമായിരുന്നു. അപ്പോൾ വിശിഷ്ട അതിഥിയായിട്ടാണ് മംദാനി അന്ന് ആ വേദിയിലേക്ക് എത്തിയത്. അന്ന് ആ വേദിയിൽ വെച്ച് അദ്ദേഹം ഉമർ ഖാലിദിന്റെ കാര്യം വ്യക്തമായി സൂചിപ്പിച്ചിരുന്നു. അതായത് ഇന്ത്യയിലെ ജയിലിൽ ഏതാണ്ട് 1000 ദിവസത്തിലധികമായി ഒരു വിചാരണ പോലുമില്ലാതെ തടവിൽ കഴിയുന്ന വ്യക്തിയാണ് ഉമർ ഖാലിദ് എന്ന് അദ്ദേഹം എടുത്തു സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ പരിപാടിക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് അന്ന് അവിടെ എത്തിയപ്പോൾ പ്രധാനമായിട്ടും എടുത്തു സൂചിപ്പിച്ച ഒരു പേരാണ് ഉമർ ഖാലിദ് എന്ന് പറയുന്നത്. ഇപ്പോൾ വീണ്ടും ഉമർ ഖാലിദിന് ഒരു കത്ത് അയച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഈ കത്തയക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഉമറിൻ്റെ മാതാപിതാക്കൾ ന്യൂയോർക്കിൽ എത്തിയിരുന്നു. അവരുടെ ഒരു മകളുടെ വിവാഹ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ന്യൂയോർക്കിലെത്തിയത്. അപ്പോൾ
ഈ സമയത്താണ് മാതാപിതാക്കളുടെ കയ്യിൽ ഒമർ ഖാലിദിന് കൊടുക്കാൻ വേണ്ടി ഒരു ചെറിയ കത്ത് സുഹറാൻ മംദാനി എഴുതി കൊടുത്തയച്ചത്. ഈ കത്തിൽ പറയുന്നത് കയ്പുള്ള അനുഭവങ്ങളെ ഒരാളെ പൂർണ്ണമായിട്ടും കീഴടക്കാൻ അനുവദിക്കരുത്. നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ എപ്പോഴും ചിന്തിക്കാറുണ്ട്. മാതാപിതാക്കളോട് അന്വേഷണം അറിയിച്ചിട്ടുണ്ട്. മാതാപിതാക്കളെ കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം എന്നുമാണ് സുഹറാൻ മംദാനി ഈ കത്തിൽ ഒമർ ഖാലിദിന് കുറിച്ചിട്ടുള്ളത്. 2020 ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട കോൺസ്പിറസി കേസിലാണ് UAPA ചുമത്തി ഒമർ ഖാലിദ് നിലവിൽ ജയിലിൽ കഴിയുന്നത്. ഡൽഹിയിലെ തിഹാർ ജയിലിലാണ് കഴിയുന്നത്. JNU കോളേജിലുള്ള വിദ്യാർത്ഥിയായിരുന്നു. അദ്ദേഹത്തിന് ഈ കഴിഞ്ഞ ഡിസംബർ 16-ാം തീയതി മുതൽ 29-ാം തീയതി വരെ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. തൻ്റെ സഹോദരിയുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ജാമ്യം അനുവദിച്ചത്. അതിനു മുൻപേ 2022-ലും 2023-ലും മാത്രമാണ് ഒമർ ഖാലിദിന് ജാമ്യം ഇതിനു മുൻപേ അനുവദിച്ചിരുന്നത്. ഇത്തരത്തിൽ അദ്ദേഹം അറസ്റ്റിലായത് മുതൽ തന്നെ ഈ അനാവശ്യമായിട്ടാണ് അയാളെ തടവിലിട്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ പല കോണുകളിൽ നിന്നും ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണം കൂടിയാണ് ഈ ഒമർ ഖാലിദിന് പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള സുഹറാൻ മംദാനിയുടെ കത്ത്. തീർച്ചയായും പ്രിയപ്പെട്ട ഉമർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കത്ത് തുടങ്ങുന്നത്. മംദാനിയുടെ കത്താണ്. കയ്പിനെക്കുറിച്ചും സ്വയം നശിക്കപ്പെടാതിരിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമുള്ള താങ്കളുടെ വാക്കുകൾ താൻ ഓർക്കാറുണ്ടോ എന്നാണ് മംദാനി കത്തിൽ പറയുന്നത്. ഞങ്ങളുടെ എല്ലാവരുടെയും ചിന്തയിൽ നീയുണ്ട് എന്ന് പറഞ്ഞാണ് സുഹറാൻ മംദാനി ഈ കത്ത് അവസാനിപ്പിക്കുന്നത്. വിശദാംശങ്ങളാണ് അജയ് സുധാ ബിജു നൽകിയത്. സോഷ്യൽ മീഡിയയുടെ പുതിയ കാലത്ത് അപ്രസക്തമാകുന്നവയാണ് തപാലും തപാൽ സംവിധാനങ്ങളും. എന്നാൽ തൊടുപുഴയിൽ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഈ പുതുവത്സര ദിനത്തിൽ തപാൽ സംവിധാനത്തെ വീണ്ടെടുക്കാനുള്ള പ്രവർത്തനത്തിലാണ്. പുതുവത്സരാശംസകൾ വെറും തമാശകളോ ഫോർവേഡ് മെസ്സേജുകളോ ഒക്കെ ആകുന്ന കാലത്ത് സ്വന്തം കൈപ്പടയിൽ സുഹൃത്തിന് കത്തെഴുതിക്കൊണ്ടാണ് കലയന്താനി സ്കൂളിലെ കുട്ടികളുടെ പുതുവത്സരാഘോഷം. സ്റ്റാമ്പും കവറും പേപ്പറും വാങ്ങാൻ പണമില്ലാത്തവർക്ക് ആശ്വാസമായിരുന്നു പഴയ ആ ഇൻലൻഡുകൾ. ഇൻലൻഡുകളിൽ കൂടി സൗഹൃദവും സന്തോഷങ്ങളും സന്താപവും ഒക്കെ പങ്കുവെച്ച ആ കാലം വീണ്ടെടുക്കുകയാണ് ഈ കുട്ടികൾ. തപാൽ സംവിധാനത്തെ കുട്ടികൾക്ക് പരിചയപ്പെടുത്താൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് സ്കൂൾ ഈ പദ്ധതി നടപ്പാക്കുന്നത്. പുതുവർഷ പുലരിയിലും പോയ കാലത്തെ മുറുകെ പിടിച്ച് മുന്നോട്ടു പോവുകയാണ് ഈ സ്കൂളും ഇവിടുത്തെ കൊച്ചുമിടുക്കരും. ന്യൂസ് 18 ഇടുക്കി. കൊച്ചി ധനുഷ്കോടി ദേശീയപാത 85-ൽ നടന്നുവരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവ്. മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതോടെ ദേശീയപാത നിർമ്മാണം കൂടുതൽ ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നുവെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ. അറിയിപ്പുണ്ടാകും വരെ നിർമ്മാണ ജോലികൾ നിർത്തിവെക്കാൻ ഉത്തരവുണ്ട്. ഒരാഴ്ചയായി മൂന്നാറിലേക്ക് വിനോദസഞ്ചാരികളുടെ ഒഴുക്കാണ്. മൂന്നാർ മേഖലയും കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലും ഇതോടെ വലിയ തിരക്കായി. ദേശീയപാതയിൽ പലയിടങ്ങളിലും നിർമ്മാണം നടന്നു വരുന്നുണ്ട്. വാഹനങ്ങളുടെ തിരക്കിനിടയിൽ ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കൂടുതൽ ഗതാഗതക്കുരുക്കിന് ഇടയാക്കിയിരുന്നു. ഗതാഗതക്കുരുക്ക് രൂക്ഷമായതോടെ ദേശീയപാതയിലെ നവീകരണ ജോലികൾ തൽക്കാലം നിർത്തിവെക്കാൻ ജില്ലാ ഭരണകൂടം ഉത്തരവിട്ടു. നിർമ്മാണം നടക്കുന്ന ഭാഗങ്ങളിൽ പോലും നിലവിൽ ഗതാഗത നിയന്ത്രണമുണ്ട്. വിനോദസഞ്ചാരികളുടെ ഉൾപ്പെടെ ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങൾ എത്തുന്നതോടെ മണിക്കൂറുകളോളം ഇരുദിശയിലേക്കുമുള്ള വാഹനങ്ങൾ കടന്നുപോകാൻ കഴിയാതെ കുടുങ്ങിക്കിടക്കും. ഈ സാഹചര്യത്തിലാണ് നിർമ്മാണ ജോലികൾ നിർത്തിവെക്കാൻ അധികൃതർ നിർദ്ദേശം നൽകിയത്. ഇനിയൊരു അറിയിപ്പുണ്ടാകും വരെ നിർമ്മാണ ജോലികൾ നിർത്തിവെക്കാനാണ് ഉത്തരവ്. ന്യൂസ് 18 മൂന്നാർ. കാസർഗോഡ് പീലിക്കോട് കണ്ടങ്കൈ പാടശേഖരത്തിലെ 1 ഏക്കർ തരിശുപാടത്തിൽ നെൽകൃഷി ചെയ്ത് നിലവ് പുരുഷ സ്വയം സഹായ സംഘം. ഇത് 3-ാം വർഷമാണ് സംഘം തരിശുവയലുകൾ കണ്ടെത്തി കൃഷിയോഗ്യമാക്കുന്നത്. പഞ്ചായത്തിലെ പരമാവധി തരിശുവയലുകൾ കണ്ടെത്തി കൃഷിയോഗ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ 5 വർഷം മുമ്പാണ് സംഘം രൂപീകരിച്ചത്. തുടർന്ന് തുടർച്ചയായ 3 വർഷം മികച്ച രീതിയിൽ നെൽകൃഷി ചെയ്തു. പിലിക്കോട് പഞ്ചായത്തിന്റെ നെല്ലറകളിലൊന്നായ കണ്ണങ്കൈ പാടശേഖരത്തിലെ 1 ഏക്കർ വയലിലാണ് ഇത്തവണ നിലവിന്റെ പ്രവർത്തകർ നെൽകൃഷി ചെയ്തത്. വിളവിൽ നിന്നുള്ള ഒരു പങ്ക് കാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുക.
എല്ലാ വർഷവും മികവുറ്റ രീതിയിൽ തന്നെ നമുക്ക് അതിൻ്റെ ഫലം കിട്ടുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചെയ്തത്, നമ്മൾ വിളവെടുത്ത ശേഷം ഉണ്ടാകുന്ന അരി വൃദ്ധസദനത്തിൽ നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുകയും അവർക്കൊരാഴ്ചത്തേക്ക് വേണ്ടുന്ന ഭക്ഷണത്തിനുള്ള അരി കൊടുക്കുകയൊക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട നന്മയേറിയ പരിപാടികളാണ് നമ്മൾ ഈ കൃഷി കൊണ്ട്, നമ്മൾ കൃഷി ചെയ്ത് ലാഭം മാത്രം ഇച്ഛിച്ചുകൊണ്ടുള്ള പരിപാടിയല്ല, പല സാമൂഹ്യ പ്രവർത്തനങ്ങളും നമ്മൾ ഇതുകൊണ്ട് ചെയ്യുന്നുണ്ട്. ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയർമാരും ഇത്തവണത്തെ നടീൽ പ്രവൃത്തികളിൽ പങ്കാളികളായി. മുതിർന്ന കർഷകരുടെ നിർദ്ദേശാനുസരണം 50ഓളം വിദ്യാർത്ഥികളാണ് ഞാറ്റടികളുമായി ചെളിയിലിറങ്ങിയത്. NSS പ്രോഗ്രാം കോർഡിനേറ്റർ ശ്യാമ ടീച്ചർ നാടൻ പാട്ടുമായി കുട്ടികൾക്ക് ആവേശം പകർന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം വി ലീന നടീൽ ഉദ്ഘാടനം ചെയ്തു. രവി പീലിക്കോട് അധ്യക്ഷനായി. സംഘം സെക്രട്ടറി സുനിൽകുമാർ PV, കൃഷി ഓഫീസർ ശില്പ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് 18 പീലിക്കോട്. കാട്ടുപന്നികൾ കൃഷി നശിപ്പിച്ച പാടത്ത് വിളഞ്ഞുല്ലസിച്ച് സൂര്യകാന്തി പൂക്കൾ. റീൽസിൽ പ്രതീക്ഷയർപ്പിച്ച് കൃഷി മാറ്റിപ്പിടിച്ചപ്പോൾ വിളഞ്ഞത് 100 പേര്. സൂര്യകാന്തിയുടെ അതിമനോഹര പീതവസന്തം കാണാനും ഫോട്ടോ എടുക്കാനുമായി സഞ്ചാരികളുടെ ഒഴുക്കാണ് ഇങ്ങോട്ട്. ഇപ്പോൾ വണ്ടൂരിലാണ് പന്നിശല്യത്തിൽ പൊറുതിമുട്ടിയ കർഷകരുടെ പുതുപരീക്ഷണം. സ്ഥിരമായി ചെയ്തിരുന്ന കപ്പ, വാഴകൃഷികൾ കാട്ടുപന്നികൾ നശിപ്പിച്ചതോടെ നഷ്ടത്തിന്റെ പടുകുഴിയിൽ വീണു. അതിൽ നിന്ന് കരകയറാൻ കണ്ടുപിടിച്ച ഒരു പരീക്ഷണമായിരുന്നു സൂര്യകാന്തി കൃഷി. ജെൻസി തലമുറയെ ലക്ഷ്യം വെച്ച് റീൽസിൽ പ്രതീക്ഷയർപ്പിച്ചു തുടങ്ങിയ സൂര്യകാന്തി 100 മേനി വിളഞ്ഞതിന്റെ സന്തോഷത്തിലാണ് വണ്ടൂർ കോട്ടോല സ്വദേശി PL മുഹമ്മദും ചെറുകോട് മുദീരി സ്വദേശി BP ഉമറും. 1.5 മാസത്തെ പരിചരണം കൊണ്ടാണ് സൂര്യകാന്തി പൂക്കൾ വിടർന്നത്. 3 വർഷത്തോളമായി ഇരുവരും ഒരുമിച്ചാണ് പാട്ടകൃഷി. എന്നാൽ കാട്ടുപന്നി ശല്യത്തിൽ മറ്റൊരു കൃഷിയും വിജയിക്കാതായതോടെ ഇത്തവണ പരീക്ഷണാടിസ്ഥാനത്തിൽ സൂര്യകാന്തിയിൽ പ്രതീക്ഷ അർപ്പിക്കുകയായിരുന്നുവെന്ന് മുഹമ്മദ് പറയുന്നു. വളരെ അതിമനോഹരമായിരിക്കുന്നു, കാണുന്നതിനും ആസ്വദിക്കുന്നതിനൊക്കെ വളരെ രസകരമായി തോന്നി. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, സാധാരണ ഒരു ചെടിയിൽ ഒരു പൂവേ ഉണ്ടാവുള്ളൂ. ഈ ചെടികളിലാണെങ്കിൽ ഒരു ചെടിയിൽ തന്നെ പല പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. അതും വളരെ അതിമനോഹരം തന്നെയാണ്. അതും വളരെ വിഭിന്നമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. പൂക്കൾക്കൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനും പൂക്കൾക്കിടയിലൂടെ നടന്ന് റീൽസ് ചിത്രീകരിക്കുന്നതിനും ആളുകൾ എത്തുമെന്നാണ് ഉമറിന്റെയും മുഹമ്മദിന്റെയും പ്രതീക്ഷ. അതിനിടയിൽ മഴ പെയ്താൽ കാര്യങ്ങൾ തകിടം മറിയും. യൂട്യൂബും ജെൻസി പിള്ളേരും ഏറ്റെടുത്താൽ രക്ഷപ്പെടാമെന്നാണ് ഉമറിന്റെ കണക്കുകൂട്ടൽ. ഇതിനിപ്പോൾ ശരിക്കും ഒരു 120 ചിലവ് വന്നിട്ടുണ്ട്. 1,20,000. ആ പൈസ നമുക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ എല്ലാവരും ഓരോരുത്തർ വന്ന് സഹകരിച്ചെങ്കിൽ നമുക്കത് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ആ കാശ് നമുക്ക് പോയി കിട്ടും. അത്രേ ഉള്ളൂ. മഴ പെയ്താൽ കഴിഞ്ഞും ചെയ്തു. മഴ പെയ്തതിനിടക്കൊക്കെ എല്ലാവരും വന്ന്. കർണാടകയിൽ നിന്നാണ് വിത്ത് വാങ്ങിയത്. 1.5 ലക്ഷത്തോളം രൂപ ഇതുവരെ ചിലവായിട്ടുണ്ട്. വിരിഞ്ഞ പൂക്കളുടെ കാലാവധി 15 ദിവസം വരെയാണ്. മലപ്പുറം ജില്ലയിലും ഇപ്പോൾ ഇത്തരം പൂക്കൃഷി ധാരാളം നടക്കുന്നുണ്ട്. ന്യൂസ് 18 തിരൂർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NSSന്റേത് സമദൂരമെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. ശബരിമല വിഷയത്തിലാണ് സമദൂരത്തിലെ ശരിദൂരമെന്ന് പറഞ്ഞത്. അത് രാഷ്ട്രീയമായി കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ലെന്നും മറ്റെല്ലാ വിഷയത്തിലും സമദൂരം തന്നെയാണ് നിലപാടെന്നും സുകുമാരൻ നായർ പറഞ്ഞു. യാതൊരു സംശയവും ശരിദൂരം ശബരിമല വിഷയത്തിൽ മാത്രമേ ഉള്ളൂ. അതിനെ രാഷ്ട്രീയമായിട്ട് കുഴക്കേണ്ട കാര്യം, ആ കാര്യത്തിൽ നമ്മളൊരു ശരിദൂരം ഉണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും സമദൂരം തന്നെ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇനി ന്യൂസ് ട്രെൻഡ്സുമായി TG സജിത്ത് എത്തും.